പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മിസ്പ 4-ാം ഭാഗത്തിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയാൽ സഭയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ആയിരിക്കുന്ന പുണ്യ ദിനങ്ങളാണ് ഈ മിസ്പായുടെ ദിനങ്ങൾ. പ്രിയപ്പെട്ടവരെ, മിസ്പ 4 സീസൺ 8 നോമ്പിൻ്റെ ഈ പുണ്യദിനങ്ങളായിരിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വം സ്വർഗം നമ്മെ ഭരമേൽപ്പിക്കുകയാണ്. 8 നോമ്പിൻ്റെ ചരിത്രം നമുക്കറിയാം. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്തവ യുവമക്കളെ നശിപ്പിക്കാൻ, യുവതികളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ പാവപ്പെട്ട അമ്മച്ചിമാരും സഹോദരങ്ങളും ഇരുന്ന് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച് അമ്മയുടെ സാന്നിധ്യം വിളിച്ചിറക്കിയതിൻ്റെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ടാണ് 8 നോമ്പിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ഇന്നും സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അധിനിവേശത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനെതിരെ പോരാടാൻ വേണ്ടി സഭ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നിയോഗിച്ച് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ് മിസ്പ, ഈ കാവൽ ഗോപുരം. ഇത് 8 നോമ്പിനോടനുബന്ധിച്ചുള്ള ഒരു ധ്യാനമല്ല, പിന്നെയോ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാനും നമ്മെ തകർക്കുന്ന പ്രസ്ഥാനങ്ങളെ, പ്രവൃത്തികളെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് സഭയോട് ചേർന്ന്, കൂദാശയോട് ചേർന്ന്, ദിവ്യകാരുണ്യത്തോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെടാനും സഭയെ സംരക്ഷിക്കാനും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹ ദിനങ്ങളാണ്. ഈ 5-ാം ദിവസത്തിലേക്ക് പ്രാർത്ഥനയോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈ സുരക്ഷിതത്വം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, കാവൽ ഗോപുരത്തിൻ്റെ ആവശ്യകത എന്താണ്? അത് മറ്റൊന്നുമല്ല, ശത്രുക്കൾ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ സഭയെ, കുടുംബത്തെ, രാജ്യത്തെ സംരക്ഷിക്കുന്ന ശക്തമായ ഒരു സാന്നിധ്യമാണ് കാവൽ ഗോപുരത്തിൻ്റെ സാന്നിധ്യം. അതാണ് മിസ്പ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. എന്താണ്? ശത്രുക്കൾ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ജാഗ്രതയോടെ കാത്തിരുന്ന് ശത്രുവിനെ ചെറുത്തു നിൽക്കുവാനും അവനെ പരാജയപ്പെടുത്തുവാനും നമ്മുടെ സഭയെ, കുടുംബത്തെ, ക്രൈസ്തവ ജീവിതത്തെ സംരക്ഷിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വം വിളിച്ച് പ്രഘോഷിക്കുന്ന പുണ്യമായ അഭിഷേകമാണ് മിസ്പ എന്നുള്ള കാവൽ ഗോപുരത്തിൻ്റെ സാന്നിധ്യം. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ വിഷയം സഭയ്ക്കെതിരെ, സഭയ്ക്കുള്ളിൽ നിന്നുള്ള ശത്രുക്കളെക്കുറിച്ചാണ്. നമുക്കൊരു കാര്യം ഉറപ്പാണ്, സഭ ദൈവത്തിൻ്റെതാണ്, ക്രിസ്തുവിൻ്റെതാണ്. സഭയെ തകർക്കുവാൻ ഈ ലോകത്തിൽ ആര് ശ്രമിച്ചാലും ഒരിക്കലും അതിന് സാധിക്കത്തില്ല എന്നുള്ളത് സത്യമാണ്. അനുഭവം, ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണത്. സഭയെ ഈ ലോകത്തിൽ ആർക്കും നശിപ്പിക്കാനോ തകർക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സഭയെ തകർക്കണമെങ്കിൽ, സഭയെ നശിപ്പിക്കണമെങ്കിൽ പെട്ടെന്ന് സാധിക്കുന്നത് സഭയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ സഭയ്ക്കെതിരെ വരുന്ന ശത്രുക്കളാണ്. സഖറിയായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. ദൈവമായ കർത്താവ് പറയാ, തൻ്റെ ജനം, തൻ്റെ സഭ, ആ സഭയിൽ, തൻ്റെ ജനത്തിനിടയിൽ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ ആ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. ദൈവം പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം കാവൽ നിൽക്കുമ്പോൾ ഒരു ശത്രുവിനും നമ്മുടെ സഭയെ, വിശ്വാസത്തെ, കുടുംബങ്ങളെ തകർക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. മാത്രമല്ല, ദൈവം പറയാ, എൻ്റെ കണ്ണ് അവയുടെ മേൽ ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, കർത്താവിൻ്റെ സഭയെ, ദൈവജനത്തെ ഒരിക്കലും ഒരു ശത്രുവിന് തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ദൈവം തന്നെ കാവൽ നിൽക്കും, ദൈവം തന്നെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ കണ്ണ് ഈ സഭയുടെ മേൽ ഉണ്ട്. ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ബാലാക്കിൻ്റെ ആഹ്വാനമനുസരിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. അങ്ങനെ ആ മോവാബിൻ്റെ രാജാവിൻ്റെ
ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ശപിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഈ ബാലാം പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ നോക്കി. എന്നിട്ട് ആ ജനത്തെക്കുറിച്ച് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയാണ്, വേറിട്ട് പാർക്കുന്ന ജനം, ഇടകലരാത്ത ജനം, തിന്മയില്ലാത്ത ജനം, അകൃത്യമില്ലാത്ത ജനം. എന്നിട്ട് പറയാണ്, അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെയുണ്ട്. വീണ്ടും പറയാ, കാട്ടുപോത്തിൻ്റെതിന് സദൃശമായ കരുത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് യാക്കോബിന് ആഭിചാര്യം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഭരിക്കത്തില്ല. ഒരു ശത്രുവും, അത് ബാഹ്യമാകട്ടെ ആത്മീയമാകട്ടെ, ഒരു ശത്രുവും ഈ ജനത്തെ, ഈ സഭയെ കീഴടക്കാൻ പറ്റാത്ത വിധം ഇതാ പ്രിയപ്പെട്ട മക്കളെ, അവരുടെ കൂടെ കർത്താവുണ്ട്, കാവലായി, സംരക്ഷകനായി. അതുകൊണ്ട് തന്നെ ഈ സഭയെ തകർക്കാൻ പുറമെ നിന്ന് ഒരു ശക്തിക്കും സാധിക്കത്തില്ല. എന്നാൽ ഈ യാക്കോബ്, ഈ സഭ ജീവിക്കേണ്ട ജീവിതമുണ്ട്. വേറിട്ട് പാർക്കണം, ഇടകലരാതെ ജീവിക്കണം, തിന്മയില്ലാതെ ജീവിക്കണം, അകൃത്യമില്ലാതെ ജീവിക്കണം, കർത്താവ് കൂടെയുള്ള ജീവിതം ജീവിക്കണം. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സഭയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആരും കയറി ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധം എന്ന് നമ്മൾ സഖറിയ പ്രവാചകന്റെ പ്രവചനത്തിൽ നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ ഇന്ന് എന്താ കാണുന്നത്? എല്ലാവരും കയറി ഇറങ്ങി കൊണ്ടുകിടക്കുക. മാധ്യമക്കാര് കയറി നിറങ്ങുന്നു, ജിഹാദികൾ കയറി നിറങ്ങുന്നു, തീവ്രവാദം കയറി നിറങ്ങുന്നു, ക്രൈസ്തവ മക്കളെ കൊന്നൊടുക്കുന്നു, നമ്മുടെ പെൺകുട്ടികളെ നശിപ്പിച്ചു കൊണ്ടുപോകുന്നു, നമ്മുടെ ബിസിനസ്സുകളെ നശിപ്പിക്കുന്നു, വിശ്വാസത്തെ നശിപ്പിക്കുന്നു. ഇന്ന് സത്യം പറഞ്ഞ എല്ലാവരും എന്ന പോലെ സകലമാന ശത്രുക്കളും കയറി ഇറങ്ങി നിരങ്ങുന്ന പോലെ നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തു പറ്റി നമുക്ക്? എന്തു പറ്റി സഭയ്ക്ക്? സഭയിലേറെ പ്രശ്നങ്ങൾ, വിശ്വാസത്തിൻ്റെ മേഖലകളിൽ പ്രശ്നങ്ങൾ. എന്താ പറ്റിയേ? സംഖ്യയുടെ പുസ്തകത്തിൽ ബാലാമിലൂടെ ദൈവമായ കർത്താവ് പ്രവചിച്ച പോലെ വേറിട്ട് പാർക്കേണ്ട ജനം വേറിട്ട് പാർക്കുന്നില്ല. ഇടകലരാതെ ജീവിക്കേണ്ട ജനം ഇടകലർന്ന് ജീവിക്കുന്നു. തിന്മയില്ലാതെ ജീവിക്കേണ്ടത് തിന്മയോടെ ജീവിക്കുന്നു. കർത്താവ് കൂടെ വേണം. കർത്താവിന് വേണ്ടെന്ന് പറഞ്ഞ് ഭൗതികതയുടെയും ലൗകായികതയുടെയും ഒത്തിരിയേറെ ലോകസുഖഭോഗത്തിൻ്റെയും പിന്നാലെ പോയി കപടമായ മതസൗഹാർദ്ദം പ്രഘോഷിച്ചുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ശത്രുവിന് കയറി നിറങ്ങത്തക്ക വിധം ഇന്ന് സഭ അധപതിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. 1930കളിൽ സ്പെയിനിൽ യുദ്ധ സമാനമായ ഒരു സംഘർഷം നടക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്കറിയാം, ജർമ്മനിയിലും ഇറ്റലിയിലും വിശ്വാസ സംബന്ധമായ ഒത്തിരി അസ്വസ്ഥതകളുടെ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് 9-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? പരിശുദ്ധ പിതാവ് ചോദിക്കുക, സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണ്? എന്നിട്ട് പരിശുദ്ധ പിതാവ് തന്നെ ഉത്തരം പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, സഭയുടെ ഏറ്റവും മോശമായ പീഡകരും ശത്രുക്കളും, ഇംഗ്ലീഷിൽ പറയാ, ദ മോസ്റ്റ് ഡേഞ്ചറസ് എനിമീസ് ആൻഡ് വേഴ്സ്റ്റ് പെർസിക്യൂട്ടേഴ്സ്. മോസ്റ്റ് ഡേഞ്ചറസ് എനിമീസ്, ഏറ്റവും അപകടകരമായ ശത്രുക്കൾ. വേഴ്സ്റ്റ് സൂപ്പർലേറ്റീവ, ഏറ്റവും മോശമായ ശത്രുക്കൾ ആരാണ്? അദ്ദേഹം പറയാണ്, പീഡകരും ശത്രുക്കളും അവളുടെ തന്നെ അവിശ്വസ്തരായ ബിഷപ്പുമാരും പുരോഹിതരും സന്യസ്തരുമാണ്. അൺഫെയ്ത്ത്ഫുൾ ബിഷപ്സ്, പ്രീസ് ആൻഡ് റിലീജിയസ്. വീണ്ടും പറയാണ്, പുറമേ നിന്നുള്ള പീഡനങ്ങളും എതിർപ്പുകളും വളരെ ക്രൂരമാണ്. അത് ധാരാളം രക്തസാക്ഷികളെ നൽകുന്നു. എന്നാൽ സഭയുടെ ഏറ്റവും മോശമായ ശത്രുക്കൾ അവളുടെ തന്നെ ചതിയന്മാരാണ്. ട്രൈറ്റേഴ്സ്, ചതിയന്മാര്, ഒറ്റുകാര്. പരിശുദ്ധ പിതാവ് പറയാ, പ്രിയപ്പെട്ട മക്കളെ, സഭയെ നശിപ്പിക്കാൻ സാധിക്കുന്നത് സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള പ്രവർത്തികളാണ്. അൺഫെയ്ത്ത്ഫുൾ ആയ അധികാരികൾ, പുരോഹിതര്, അഭിഷിക്തര്, ബിഷപ്പുമാര്, അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം വഹിക്കുന്നവരെന്ന് പരിശുദ്ധ പിതാവ് വേദനയോടുകൂടി പറയുകയാണ്. വീണ്ടും പരിശുദ്ധ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയ്ക്കെതിരെയുള്ള ആക്രമണം വരുന്നത് സഭയുടെ
പുറത്തു നിന്നല്ല, പിന്നെയോ സഭയ്ക്കുള്ളിൽ നിന്നാണ്. സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന പാപത്തിൽ നിന്നാണ്. ഇത് എന്നത്തേക്കാളും ഏറെ ഇന്ന് ഭയാനകമായിരിക്കുന്നു. അതുകൊണ്ട് ഒരു പുനർ സുവിശേഷവൽക്കരണം ആവശ്യമായിരിക്കുന്നു. അദ്ദേഹം പറയാ, റീലേൺ റിപ്പൻറ്റൻസ്, പെനൻസ്, പരിഹാരത്തിൻ്റെയും പ്രാശ്ചിത്വത്തിൻ്റെയും അവസ്ഥകൾ ശരിക്കും ഒന്ന് പഠിക്കണം. റീലേൺ, വീണ്ടും പഠിക്കണം. വീണ്ടും അദ്ദേഹം പറയാണ്, വളരെയേറെ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ദൈവകൃപയിൽ ജീവിക്കേണ്ട ദൈവമക്കൾ അങ്ങനെ ജീവിക്കണം. സഭയിൽ പാപത്തിൻ്റെ മേഖല കടന്നു വരുമ്പോൾ സഭയെ നശിപ്പിക്കുന്ന, സഭയെ തകർക്കുന്ന അവസ്ഥകൾ, സഭ അധികാരികൾ ജീവിക്കേണ്ട ജീവിതം ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സഭയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞത് സഭയ്ക്ക് പുറമേ നിന്നുള്ള ഒന്നല്ല, പിന്നെയോ സഭയുടെ ഉള്ളിൽ തന്നെ സഭയുടെ മക്കൾ അവിശ്വസ്തമായിട്ട് ദൈവത്തോട് ചേർന്ന് വചനപ്രകാരം തിന്മയില്ലാതെ അകൃത്യമില്ലാതെ ജീവിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സഭയിലും വിശ്വാസ ജീവിതത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ഒത്തിരിയേറെ ശത്രുക്കൾ കയറി ഇറങ്ങി നശിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. സഭയ്ക്ക് ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ, ക്രൂശിതനെ പ്രഘോഷിക്കുക, കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. അതിനുവേണ്ടിയാണ് ദൈവം സഭയെ നിയോഗിച്ചത്, അഭിഷിക്തരെ അഭിഷേകം ചെയ്തത്. എന്താണ് ക്രൂശിതനെ പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു സകല പാപങ്ങളും ഏറ്റെടുത്ത് രക്തം ചിന്തി പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രൂശിതൻ, ഇതാ രക്ഷകൻ. ആ രക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് സഭ നിയോഗിക്കപ്പെട്ടത്. ഈ ലോകത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം വെറുമൊരു സാമൂഹികമായ ജീവിതമല്ല. അത് പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന, പാപമുണ്ടെങ്കിലും പാപപരിഹാര ബലി സ്വന്തമാക്കി ക്രിസ്തുവിൻ്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ പങ്കുചേർന്ന് ജീവിക്കാനുള്ള ഒരു ജീവിത വിളിയാണ് ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള വിളി. ആ വിളിയെ മറന്നുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയിൽ ലൗകായികത, ഭൗതികത, ചിലപ്പോഴെങ്കിലും ക്രിസ്തുവിനെ പോലും മറന്നിട്ട് ആ ബലിയെപ്പോലും വിസ്മരിച്ചുകൊണ്ട് ക്രൂശിതനെ പ്രഘോഷിക്കാതെ ഇന്ന് ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുന്ന പൗരോഹിത്യം, അങ്ങനെ ജീവിക്കുന്ന സഭയുടെ ശുശ്രൂഷകൾ, അത് തന്നെയാണ് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതത്തെ നശിപ്പിക്കുന്ന ശത്രുക്കൾ, അല്ലെങ്കിൽ ശത്രുവാകുന്ന പിശാചിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രഘോഷിക്കണം, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ പ്രഘോഷിക്കണം. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സഭ അതിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ച്, ലോകത്തിൻ്റെ കാര്യങ്ങൾ പ്രഘോഷിച്ച്, ലോകത്തിൻ്റെ ഭൗതികത പ്രഘോഷിച്ച്, അതിനുവേണ്ടി എന്താ പറയുക, സമ്പത്ത്, സൗകര്യങ്ങൾ, സുഖഭോഗങ്ങൾ, പ്രോസ്പെരിറ്റി, ഗ്ലോറിയസ്, ഇതൊന്നുമല്ല. കുരിശിലെ മരണത്തെ പ്രഘോഷിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പ്രിയപ്പെട്ട മക്കളെ, ദൈവ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിൽ സഭ വിശ്വാസ ജീവിതത്തിന്, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് കുമ്പസാരത്തിന് പ്രാധാന്യമില്ല, കൂദാശകൾക്ക് പ്രാധാന്യമില്ല. സഭയിലേക്ക് നോക്കിക്കേ, പല മേഖലകളിലും ദേവാലയങ്ങളിലേക്ക് പോകാൻ ആളുകളില്ല. ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു, ദേവാലയങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു, കൂദാശകൾക്ക് ആളുകളില്ല. അങ്ങനെ പല മേഖലകളിലും ദൈവത്തിൻ്റെ മക്കൾ ക്രൂശിതനെ പ്രഘോഷിച്ച് കുരിശുമരണത്തെ സ്വന്തമാക്കി അഭിമാനത്തോടെ, കരുത്തോടെ ജീവിക്കാത്തത് തന്നെയാണ് സഭയുടെ നാശത്തിൻ്റെ വലിയൊരു കാരണം. അത് പ്രഘോഷിക്കേണ്ടവർ, അതിനുവേണ്ടി വിളിക്കപ്പെട്ട അഭിഷിക്തര്, പുരോഹിതര്, ബിഷപ്പുമാര്, അല്ലെങ്കിൽ സന്യസ്തര് അതിൽ നിന്ന് മാറി നിന്നിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ലോകത്തിൻ്റെ കച്ചവടത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. അതൊക്കെ തന്നെ സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുന്ന പൈശാചിക പ്രവൃത്തികളായിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, സഭയിലേക്ക് കയറിക്കൂടിയ ചില പഠനങ്ങൾ, നമ്മൾ പണ്ടൊക്കെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യയ ശാസ്ത്രം സഭയിൽ കയറ്റിക്കൂടാൻ വേണ്ടി
അതിൽ പെട്ട ചിലർ വന്ന് പുരോഹിതരായിട്ട് മാറിയ സംഭവങ്ങളും കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ന് സഭയെ നശിപ്പിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നിട്ട് അധികാര മേഖലയിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ, ഉദാഹരണത്തിന് ന്യൂ ഏജ് മൂവ്മെൻറ്റിൽപ്പെട്ട അവസ്ഥകൾ, അതോടൊപ്പം തന്നെ ഫ്രീ മേസൺസിൻ്റെ അടിമത്തത്തിൽ പെട്ടുപോയ ചില വ്യക്തികളും ചില അധികാരികളും ഇന്ന് സഭയ്ക്കുള്ളിൽ ജീവിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ നിന്ന് ഫ്രീ മേസണറിയുടെ അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങൾ 34 പോയിന്റുകൾ ഇവരിട്ടിട്ടുണ്ട്. സഭയെ നശിപ്പിക്കാൻ, വിശ്വാസത്തെ നശിപ്പിക്കാൻ, കൂദാശകളുടെ ചൈതന്യത്തെ നശിപ്പിക്കാൻ അവർ ചെയ്ത അല്ലെങ്കിൽ അവർ നിർമ്മിച്ച ഈ പോയിന്റുകൾ ഓരോന്നും സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സഭാധികാരികളിലൂടെ പ്രിയപ്പെട്ട മക്കളെ ആരാധനാക്രമത്തിൽ, വിശ്വാസ പാരമ്പര്യത്തിൽ, പൗരോഹിത്യ പഠന വിഷയങ്ങളിൽ, പൗരോഹിത്യ രൂപീകരണത്തിൽ, സന്യാസ രൂപീകരണത്തിൽ ചൈതന്യം വിട്ട്, കൃപ വിട്ട്, സംരക്ഷണം വിട്ട് ചെയ്തു പോയ ഒത്തിരിയേറെ മേഖലകൾ. അതോടൊപ്പം തന്നെ ന്യൂ ഏജ് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയിൽ ദൈവികത വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരിയേറെ പ്രവൃത്തികൾ സഭയിൽ കടന്നു വന്നപ്പോൾ അനുകരണത്തിൻ്റെ പേരിൽ, ഇൻകൾച്ചറേഷൻ്റെ പേരിൽ, മറ്റ് മതങ്ങളിൽ നിന്ന് പലതുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ന്യൂ ഏജിൻ്റെ പല പല ആധിപത്യങ്ങൾ, ശക്തികൾ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അതിനുവേണ്ടി പുരോഹിതർ പ്രൊമോട്ടേഴ്സായി, അതിനുവേണ്ടി അധികാരികൾ പ്രൊമോട്ടേഴ്സായി, അതിനുവേണ്ടി പല പല ന്യായങ്ങളും തിയോളജികളും വളർത്തിയെടുത്തുകൊണ്ട് ഇന്ന് സഭയെ നശിപ്പിക്കുന്ന ശത്രുക്കൾ സഭയ്ക്കെതിരെ സഭയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും കാവൽ ഗോപുരങ്ങളായി തീർന്നുകൊണ്ട് ഇതുപോലെ സഭയെ നശിപ്പിക്കുന്ന, സഭയ്ക്കുള്ളിൽ നിന്ന് അധികാരത്തിൻ്റെ മേഖലകളിൽ ഒരു സ്ഥാനങ്ങൾ വഹിക്കുന്ന പലരിലൂടെയും സാത്താൻ പ്രവർത്തിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, സഭയിൽ സംഭവിച്ച മറ്റൊരു വലിയ ദുരന്തമാണ് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഇടയന്മാർ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായിട്ട് കടന്നു വന്നപ്പോൾ ഇന്ന് സഭയിൽ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് സംശയിക്കല്ല, സത്യമാണ്. ഞാൻ പറയാം, അഭയാർത്ഥി പ്രശ്നം. ഇന്ന് പല രാജ്യങ്ങളും, ക്രൈസ്തവ രാജ്യങ്ങൾ, ഈ മേഖലകളിൽ അഭയാർത്ഥികളായിട്ട് കടന്നു വരുന്ന ആരാണ് നമുക്കറിയാം. ഈ അഭയാർത്ഥികളെ കയറ്റാൻ വേണ്ടി അവർ മുൻകൈയെടുത്തു, സഭയുടെ അധികാരികൾ മുൻകൈകളെടുത്തു. ഇന്ന് പല രാജ്യങ്ങളിലും ഈ അഭയാർത്ഥികളെന്ന് പറഞ്ഞിട്ട് കയറിപ്പറ്റിയ ഒത്തിരിയേറെ പൈശാചിക ശക്തികൾ, ഭീകരവാദികൾ, തീവ്രവാദികൾ, പ്രിയപ്പെട്ട മക്കളെ, പല സ്ഥലത്തും നമ്മൾ കണ്ടില്ലേ, ഫ്രാൻസിലൊക്കെ ഇടവക ദേവാലയം കത്തിച്ച ആളുകളെ സംരക്ഷിച്ച പുരോഹിതൻ, അഭയാർത്ഥിയെ സംരക്ഷിച്ച പുരോഹിതനെ ആ അഭയാർത്ഥി കഴുത്തറുത്ത് കൊന്നത് നമ്മൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ന്യൂസിലും മാധ്യമങ്ങളിലും നമ്മൾ കണ്ടെത്തി, മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഇടയന്മാർ സഭയെ നശിപ്പിക്കുന്ന, ആടുകളെ കൊന്നൊടുക്കുന്ന, സഭയെ ഇല്ലാതാക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് സഭയിൽ മാറുകയാണ്. നമുക്കറിയാം, കുരിശുയുദ്ധം, ലപ്പാന്റെ യുദ്ധം, ഇതുവരെയും ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്: നെവർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർഗീവ്നെസ് വിത്ത് ജസ്റ്റിസ്. ക്ഷമയെ നീതിയുമായിട്ട് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് തെറ്റാണ്, അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. നീതിയുണ്ട്, ന്യായമുണ്ട്. നോക്കിക്കേ, ഒരു ക്രിസ്ത്യാനിയെ കൊന്നൊടുക്കുമ്പോൾ അതിൽ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞതല്ല, അതിൽ ന്യായമുണ്ട്, നീതിയുണ്ട്. അത് സഭ മനസ്സിലാക്കണം, സഭാധികാരികൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ഓർക്കുക, നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, നൈജീരിയയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് യാതൊരു വിലയുമില്ലാതെ കഴുത്തറുത്ത് ഭീകരവാദികൾ വെടിവെച്ചും കൊല്ലുമ്പോൾ അത് ക്ഷമിക്കണം, ക്രിസ്ത്യാനികൾ സഹിച്ചോളണം. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ക്ഷമ, ക്രിസ്തുവിൻ്റെ സഹനം, ക്രിസ്തുവിൻ്റെ കുരിശുമരണം, അതിനെ വച്ചുകൊണ്ട് ക്രിസ്ത്യാനി മരിക്കാനുള്ളവനാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടാനുള്ളവനാണ് എന്നുള്ള രീതിയിൽ
ഒരു സംസ്കാരം, ഒരു കാഴ്ചപ്പാട് കടന്നു വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് സിറിയയിൽ നിന്ന് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് കയറിയപ്പോൾ ഒരു ബോട്ടിൽ കൊള്ളാവുന്നതിലേറെ കുത്തി നിറച്ച് കയറിപ്പോണ സമയത്ത് ഒരു കുഞ്ഞ് അതിൽ വീണ് മരിച്ചു, കടലിൽ വീണ് മരിച്ചു. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ വച്ചിട്ട് മാധ്യമങ്ങളിലൂടെ എന്തായിരുന്നു പ്രചരണം? പാവപ്പെട്ട കുഞ്ഞ് അങ്ങനെ പറഞ്ഞ് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ യൂറോപ്പിനെ, ക്രൈസ്തവ വിശ്വാസത്തെ, കത്തോലിക്ക സഭയെ ഒത്തിരി പ്രേരിപ്പിച്ചു. എന്നാൽ അനേക ആയിരങ്ങൾ, നൂറുകണക്കിന് കഴിഞ്ഞ മിനിഞ്ഞാന്ന് പോലും എത്യോപ്യയിൽ 250ഓളം ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് തീവ്രവാദികൾ കൊന്നു. അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് വിലപിക്കാനോ ഇന്ന് ആരുമില്ലാത്തത് എന്തേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കാവൽ ഗോപുരങ്ങളായിട്ട് മാറേണ്ട സഭ അധികാരികൾ ഇന്ന് അത് മറന്നിട്ട് എല്ലാവരെയും കയറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുറേ അഭയാർത്ഥികൾ ഒത്തിരിയേറെ പേരെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. അവിടെ പല ഇടവക ദേവാലയങ്ങളാണ് അവർക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നത്, കത്തോലിക്ക ദേവാലയങ്ങൾ. ഞാൻ പറയാം, ഈ ഒരു മേഖലയിൽ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെ വലിയ പൈശാചികത എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ലോകത്തിലുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, കോബ്ര ഈസ് കോബ്ര ഫോർ എവർ. മൂർഖം പാമ്പ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടോ അത് മൂർഖം പാമ്പ് തന്നെയായിരിക്കും. നമ്മുടെ ചരിത്രം പഠിക്കണം. പലരും ഇന്ന് കുരിശുയുദ്ധത്തെയൊക്കെ വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് കുരിശുയുദ്ധം ഉണ്ടായി? പഠിക്കണം. നമ്മളാരും ആക്രമിക്കാൻ പോയതല്ല. വിശുദ്ധ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പാവപ്പെട്ട മക്കള് കുരിശം പിടിച്ചുകൊണ്ട് അതിനെതിരെ യുദ്ധം ചെയ്തു. അത് ആവശ്യമാ. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു കാഴ്ചപ്പാടുണ്ട്. ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടോട്ടെ, ക്രിസ്ത്യാനിയെ കഴുത്തറുത്തോട്ടെ, ക്രിസ്ത്യാനിയെ വെടിവെച്ച് വന്നോട്ടെ. എന്നിട്ട് ഈശോയുടെ കാര്യം പറയും. ഈശോ ക്ഷമിച്ചില്ലേ? ഈശോ മരിച്ചില്ലേ? ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട മക്കളെ, ക്രിസ്തു മരിച്ചത് നമ്മളാരും മരിക്കാതിരിക്കാനാ. ക്രിസ്തു ഈ ലോകത്തിൽ, ഈശോ ലോകത്തിലേക്ക് വന്നത് പാപം നീക്കാനാ. പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ മരിക്കാനാ. ഈശോയുടെ ദൗത്യം ആ മരണത്തിലൂടെ നമ്മൾ മരിക്കാതിരിക്കണം. അതാണ് 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാ. അല്ലാണ്ട് ഈശോ പറഞ്ഞില്ല നിങ്ങൾ എല്ലാവരും എന്നെ പോലെ വന്ന് കുരിശി മരിക്കാൻ പറഞ്ഞോ? ഇല്ല, മരിക്കാനല്ല പറഞ്ഞ് ജീവിക്കും മക്കളെ, അതാ പറഞ്ഞു ഈശോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ കുരിശുമരണത്തെയും ഈശോയുടെ ക്ഷമയെയും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി മരിച്ചോളണം, ക്രിസ്ത്യാനി ക്ഷമിച്ചോളണം. അതാ ബെനഡിക്ട് പിതാ പറഞ്ഞേ, നീതിയുണ്ട് നീതി. നീതിയെ ഒരിക്കലും ക്ഷമയെന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, കരുണ കാണിക്കേണ്ടിടത്ത് കരുണ കാണിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തെ, സഭയെ, വിശ്വാസത്തെ നശിപ്പിക്കാൻ വരുമ്പോൾ അവിടെ നമ്മൾ കാവലാളായിട്ട് മാറണം. സഭയുടെ ദൗത്യമതാ. വിശ്വാസത്തിന് വേണ്ടി, ആടുകൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. ഇന്ന് നോക്കിക്കേ, എന്താ പറ്റിയേ? നമ്മുടെ അധികാരികൾ തന്നെ ഇവരെ കയറ്റണം, നമ്മൾ കരുണ കാണിക്കണം. എന്നാൽ ഇവരാരാണ്? കുരിശുദ്ധം അവിടേക്ക് പ്രകടമായ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ടാർഗറ്റ് റോമാണ്, ഞങ്ങളുടെ ടാർഗറ്റ് ഈ ലോകം മുഴുവനും ഞങ്ങളാക്കി മാറ്റലാണ്. തീവ്രവാദികൾ ഇന്നും താലിബാനും മറ്റും പ്രസംഗിച്ചുകൊണ്ട് എടുക്കുക, അവർ പ്രഘോഷിച്ചുകൊണ്ട് എടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാമായിട്ടും സഭയ്ക്കുള്ളിൽ, സഭയ്ക്കെതിരെ ശത്രുവിനെ തിരിച്ചറിയാത്ത പല പല പൈശാചിക സാന്നിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിദയനീയമായൊരവസ്ഥയാണ്. നമുക്കറിയാം, സഭയ്ക്ക് കരുത്തുണ്ട്, സഭയ്ക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അധികാരങ്ങളുമുണ്ട്, സഭയ്ക്ക്, സഭാ മക്കൾക്ക് ഇപ്പം യൂറോപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തുണ്ട്. അതെവിടെന്ന്? ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട മക്കളെ, അതിന് കരുത്തുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്. ഞാൻ പറയാ, ഈ അഭയാർത്ഥികളായിട്ടുള്ള മക്കള് എന്തേ അവരവരുടെ അവർക്കുടെ രാജ്യങ്ങളുണ്ടല്ലോ, അങ്ങോട്ട് പോകാത്തെന്താ? അവർക്ക് യൂറോപ്പ് മതിയല്ലോ. ഇപ്പോഴും ഈ അഭയാർത്ഥികളായപ്പോൾ അവരുടെ രാജ്യങ്ങൾ വേണ്ടവരെ. തുർക്കി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, പാകിസ്ഥാൻ നോ, ആരെയും സ്വീകരിക്കുന്നില്ല. പിന്നെന്താണ് സംഭവം? പ്രിയപ്പെട്ടവരെ, അവരുടെ ഹിഡൻ അജണ്ട അതെന്തുകൊണ്ട്
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പൈശാചികമായ ഒരവസ്ഥ സഭയിലുണ്ട്. അത് തന്നെ സഭയെ നശിപ്പിക്കുന്ന. നമ്മൾ കണ്ടില്ലേ, എത്രയോ പള്ളികൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു, എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ ശ്രീലങ്കയിൽ നിന്ന് പോയ ഒരു തീവ്രവാദി, ഒരു ഇസ്ലാമിക തീവ്രവാദി 6 പേരെ കുത്തി. എന്താ പ്രശ്നം? സംഭവം ഇതാണ് മൂർഖൻ പാമ്പിൻ്റെ സ്വഭാവം. കോബ്ര വിൽ ബി കോബ്ര ഓൾവേസ് ആൻഡ് എവരിവെയർ. അമേരിക്കയിലാകട്ടെ, യൂറോപ്പിലാകട്ടെ, ന്യൂസിലൻഡിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, കോബ്രയ്ക്ക് ഒറ്റ സ്വഭാവമുള്ളൂ, അവൻ കൊത്തും. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും കൊച്ചു പയ്യൻ അവൻ കളിക്കാൻ പോവാ ഗ്രൗണ്ടിൽ. പോണ സമയത്ത് ഒരു പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോവാ. അപ്പോൾ പാമ്പ് ചോദിച്ചു എന്ന് പറഞ്ഞു, കഥയുണ്ടോ? ചോദിച്ചു കൊച്ചിനോട്, എങ്ങോട്ടാ പോണേ? ഞാൻ പന്ത് കളിക്കാൻ പോവാം ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ പാമ്പ് പറഞ്ഞു, ഞാനും പോന്നോട്ടെ, ഞാൻ എഴഞ്ഞ് എത്തുമ്പോഴേക്കും സമയം എടുക്കും, നീ എന്തായാലും പോവാണല്ലോ, പെട്ടെന്ന് എത്താലോ. അപ്പോൾ കൊച്ചെന്ത് ചെയ്തു? ആ പാമ്പിൻ്റെ അടുത്ത് പോക്കറ്റിലിട്ടു. അങ്ങനെ അവൻ കളിക്കാൻ ചെന്നു, ഗ്രൗണ്ടിൽ ചെന്നു. അവൻ പോക്കറ്റിൽ നിന്ന് പാമ്പിനെ എടുത്ത് വിടുന്ന സമയത്ത് അവൻ തിരിച്ചൊരു കൊത്തു കൊടുത്തു. പാമ്പ് കൊത്തി. അപ്പോൾ പയ്യൻ ചോദിച്ചു, നീ എന്താ ചെയ്തേ? ഞാൻ നിനക്ക് ഉപകാരമല്ലേ ചെയ്തേ? ഞാൻ നിന്നെ ഇങ്ങോട്ട് എത്തിച്ചല്ലേ ചെയ്തേ, എന്തിനെന്നെ നീ കൊത്തിയേ? അപ്പോൾ പാമ്പ് പറഞ്ഞു, എൻ്റെ സ്വഭാവം എന്ന് പറയണത് കൊത്താന്നുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് പാമ്പിൻ്റെ സ്വഭാവം. ഇത്രയും ചരിത്രങ്ങളായിട്ടും കാലഘട്ടമായിട്ടും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടും അനേകം മക്കളെ കൊന്നൊടുക്കിയിട്ടും അനേകം യുദ്ധങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടും ഇന്നും അതിനുവേണ്ടി തന്നെ എന്ന് പരസ്യമായിട്ട് പ്രഘോഷിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഈ മൂർഖം പാമ്പുകളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വീട്ടിൽ കയറ്റി, സഭയിൽ കയറ്റി, വിശ്വാസ ജീവിതത്തിൽ കയറ്റി അനേകം ദേവാലയങ്ങളും അനേകം ക്രൈസ്തവ മക്കളെയും കൊന്നൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭയ്ക്കുള്ളിൽ നിന്ന് സഭയ്ക്കെതിരെ, സഭയുടെ ആ ഒരു ഉറപ്പിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ സഭയിൽ തന്നെ ഉണ്ട് എന്നുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമാവിധം പ്രാർത്ഥിക്കണം മക്കളെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മേഖലയാണ് സഭയ്ക്കുള്ളിലുള്ള തെറ്റായ പഠിപ്പിക്കലുകൾ. ഞാൻ പറയും, നമ്മുടെ സഭയുടെ വിശ്വാസ സത്യങ്ങളെ വെള്ളം ചേർക്കാതെ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് കപടമായ ഒരു മതസൗഹാർദ്ദമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ മതങ്ങളും ഒരു ഇതാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തിൽ ജീവിക്കണേ? ഇന്ന് നമ്മുടെയൊക്കെ കാറ്റഗിസവും നമ്മുടെയൊക്കെ ചില പഠിപ്പിക്കലുകളും നമ്മുടെയൊക്കെ ചില ഡോക്ടറേറ്റുകളും ഡോക്ടേഴ്സും വലിയ പഠിപ്പിച്ചു വന്ന അല്ലെങ്കിൽ പഠിച്ചു വന്ന ആളുകളും പലതിനെയുമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യമായ പ്രബോധനങ്ങൾ ഇന്ന് കൊടുക്കാത്തതിൻ്റെ വലിയൊരു പൈശാചികത ഇന്ന് ലോകത്തിലുണ്ട്, സഭയിലുണ്ട്. ചില മതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരുടെയും മെക്കെട്ട് കയറാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ലല്ലോ. +2 കാറ്റഗിസം ടെക്സ്റ്റിൽ ഓരോ മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം മതത്തെക്കുറിച്ച് അങ്ങോട്ട് പറയണ കേട്ട് ഭയങ്കര സംഭവമാണ്. ഇത് കണ്ടിട്ട് ധ്യാനത്തിനും മറ്റും വരുന്ന പല മക്കളും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതെന്താ ഇങ്ങനെ? ഇന്ന് സത്യമായ കാര്യങ്ങൾ ഇതെന്താണ്, പഠിപ്പിക്കൽ എന്താണ്, വിശ്വാസം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ശുദ്ധ മണ്ടത്തരമായില്ലേ? ഞാൻ പറയും, നമ്മൾ മറ്റ് എല്ലാവരെയും സ്നേഹിക്കാം, നമുക്കെല്ലാവരും സ്നേഹിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ കുരിശുമരണത്തെ അതിനെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് അതിൽ വെള്ളം ചേർത്ത് കോംപ്രമൈസ് ചെയ്തിട്ട് വേണോ നമ്മൾ ഈ കപടമായ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ? അതിൽ വലിയൊരു പഠിപ്പിക്കലാണ് നമ്മുടെ പല ആളുകളും മതസൗഹാർദ്ദ വേദികളിൽ ചെന്നിട്ട് സഭയ്ക്കുള്ളിലുള്ള പുരോഹിതർ, വലിയ ഡോക്ടറേറ്റ് പണ്ഡിതന്മാർ അവിടെ ചെന്ന് പറയും, ഈശാ നബിയെ നമ്മുടെ ഈശോയെ അവർ പ്രവാചകനായി കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു പ്രവാചകനല്ല. ഈശോയെ ദൈവപുത്രനായിട്ട് കാണാത്തവരുടെ ഇടയിൽ ചെന്നിട്ട് എന്തിന് അവിടെ കോംപ്രമൈസ് ചെയ്യണം? എന്ത് സൗഹാർദ്ദത്തിന് വേണ്ടി? അങ്ങനെ ഒരു വ്യക്തിത്വമല്ല എൻ്റെ ഈശോ. പഠിപ്പിക്കണം, പ്രഘോഷിക്കണം. കുരിശുമരണമില്ലാത്ത ഒരു വിശ്വാസം, ദൈവപുത്രനായി കാണാത്ത ഒരു വിശ്വാസം, ത്രിയേക ദൈവമില്ലാത്ത ഒരു വിശ്വാസം, നമ്മുടെ വിശ്വാസത്തെ ബഹുദൈവ ആരാധനയെ കാണുന്ന ഒരു വിശ്വാസം,
ആ വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാനോ ചേർത്ത് പിടിക്കാനോ സൗഹാർദ്ദം പറയുന്നത് പ്രിയപ്പെട്ടവരെ, അതും വലിയ വലിയ ആളുകളാ. ഭയങ്കര പൈശാചികത നമ്മുടെ മക്കളെ നശിപ്പിക്കും. അനേകം മക്കൾ പറയും, അനേകം ചെറുപ്പക്കാർ ഈ ലവ് ജിഹാദ് മറ്റുമില്ലേ, എന്താ പറയുന്നത്, നമ്മുടെ അച്ഛന്മാർ പഠിപ്പിക്കണ്ടല്ലോ, നമ്മുടെ സഭയെ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈസ നബിയും യേശുവും ഒരാളാണെന്ന്. നമ്മുടെ ആൾക്കാർക്ക് പകുതി അറിയത്തില്ല. എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതാണ് വിശ്വസിക്കും. ഈശോ ആരാന്ന് അറിയത്തില്ല, കുരിശുമാരെന്തെന്ന് അറിയത്തില്ല, ത്രിയേക ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, അതാണ് പഠിപ്പിക്കേണ്ടേ. ഇന്ന് സഭ നമ്മുടെ മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് എന്താണ് ക്രിസ്തു, എന്താണ് കുരിശുമരണം, ആരാണ് ക്രൈസ്തവൻ, ആരാണ് ക്രിസ്തു, ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ മരണം, അതിൻ്റെ ശക്തി. അല്ലാതെ മറ്റൊന്നിനോടൊക്കെ ഞാനെപ്പോഴും പറയും, ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഈ വിശുദ്ധ ബൈബിള് മതി. സഭയിൽ വന്ന മറ്റൊരു പൈശാചികത ശത്രു ഉണ്ട് അറിയോ. സഭയിലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ കയറി വന്ന ചില ആളുകളുണ്ട്. എന്നിട്ട് അവർ പറയും, അവിടുത്തെ ഈസ, അവിടുത്തെ മറിയം ബീബി, അവിടുത്തെ ഇമ്രാൻ, അവിടുത്തെ സഖറിയ. എവിടത്തെ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള ശത്രുക്കള് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് സഭയെ, വിശ്വാസത്തെ തകർക്കുന്ന പൈശാചികത ഇന്ന് അതിശക്തമാണ്. പലതും പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുക. കാരണം ഈ വിശ്വാസത്തെക്കുറിച്ച്, സത്യമായ പ്രബോധനത്തെക്കുറിച്ച്, സത്യമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും തുടങ്ങിയപ്പോൾ എന്ത് ശുദ്ധ മണ്ടത്തരമാണ് ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് പലപ്പോഴും മനസ്സിലാക്കാതെ പോയി. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെപ്പോഴും പുതുമ വേണം. ക്രൈസ്തവ ജീവിതത്തിൽ പുതുമയൊന്നുമില്ല മക്കളെ. ഉള്ളത് വൃത്തിയും വെടുപ്പായിട്ട് ജീവിക്കുക, വിശുദ്ധിയോടെ കുർബാന അർപ്പിക്കുക, വിശുദ്ധിയോടെ കുർബാന സ്വീകരിക്കുക, വിശുദ്ധിയോടെ വചനം ജീവിക്കുക, വിശുദ്ധിയോടെ ബലിയർപ്പിക്കുക, വിശുദ്ധിയോടെ കുടുംബജീവിതം ജീവിക്കുക, വിശുദ്ധിയോടെ വ്യക്തിജീവിതം ജീവിക്കുക, ദൈവത്തോട് ചേർന്ന് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപയിൽ ജീവിക്കുക. അതാണ് ക്രിസ്ത്യാനി. ഇന്നല്ല പുതുമ വേണം. ആരെങ്കിലും രണ്ട് പുതുമ പറഞ്ഞാൽ അവനെ വിളിക്കും. അവനാണ് പിന്നെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കണേ, അവനാണ് ബിഷപ്പുമാരെ ധ്യാനിപ്പിക്കണേ, അവരാണ് കന്യാസ്ത്രീമാരെ ധ്യാനിപ്പിക്കുന്നത്. അവനാരാ? കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം, അവൻ പോയി എവിടെ? വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് പോൾ 6 മാർപ്പാപ്പ വളരെ ശക്തമായി പറയുന്നുണ്ട്, ആ കത്തോലിക്കമായ പല വിശ്വാസ സാന്നിധ്യങ്ങളും കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞ് കയറി സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നശിപ്പിക്കുന്നുണ്ട്. ആ കത്തോലിക്കമായ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ന്യൂ ഏജിൻ്റെയും ഫ്രീമേസൺസിൻ്റെയും മറ്റ് പല മതവിഭാഗത്തിൻ്റെയും ആ വിശ്വാസ സത്യങ്ങൾ അവിടേതായ രീതിയിൽ പഠിപ്പിച്ച് യേശുക്രിസ്തുവിനെ സംശയിക്കാനും, കുരിശുമരണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും, കൂദാശകളെ തെറ്റിദ്ധരിപ്പിക്കാനും, പൗരോഹിത്യത്തെ താഴ്ത്തിക്കെട്ടാനും ഇന്ന് പിശാച് സഭയ്ക്കുള്ളിൽ കയറി പ്രിയപ്പെട്ട മക്കളെ നശിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുക, ഇതെല്ലാമായിട്ടും നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പൈശാചികതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ശത്രുക്കൾ പ്രിയപ്പെട്ട മക്കളെ സഭയ്ക്കുള്ളിൽ കയറി സഭയെ ഇന്ന് നശിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും സഭയ്ക്കുള്ളിൽ ആയിരിക്കുമ്പോൾ, കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അത് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു എല്ലാത്തിനെയും കെട്ടിപ്പിടിച്ച്, എല്ലാത്തിനെയും സ്നേഹിച്ച്, എല്ലാത്തിനോടും ഇടകലർന്ന് ഒരഴക്കുഴ ആയിട്ട് ജീവിക്കാനാണ് പലപ്പോഴും ശ്രമിക്കണേ. അതും പഠിക്കും, ഇതും പഠിക്കും, അച്ഛന്മാരും മറ്റും പലതും പഠിക്കും, ലോകത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കും, ഇസ്ലാമോളജി പഠിക്കും. പഠിച്ചോ, പക്ഷേ സത്യമല്ലാത്ത കാര്യങ്ങൾ പലരും പറയുമ്പോൾ അത് കേട്ടിട്ട് അതാണെന്ന് പറഞ്ഞ് യഥാർത്ഥമായ സത്യത്തെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയിടുന്ന പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ശത്രു ഇതുപോലെ നശിപ്പിക്കാൻ വേണ്ടി സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ സഭയിലുള്ള മക്കൾ വളരെയേറെ ശ്രദ്ധിക്കണം. വേറെ കഷ്ടമെന്ന് പറയട്ടെ, സഭയ്ക്കുള്ളിൽ തന്നെയുള്ള പല മക്കളും ഈ അടിമത്തത്തിൽപ്പെട്ട്, ഈ ഡോക്ടറേറ്റിനും പല പല തെറ്റായ പഠിപ്പിക്കലുകൾക്കും ഒക്കെ അടിമപ്പെട്ട് അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഭൗതികവാദത്തിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ട് സഭയിൽ ഇന്ന് സഭയ്ക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സത്യങ്ങൾ പറയുമ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ പലരും പറയും, ഇതെന്ത് പഠിപ്പിക്കില്ല, ഇത് തെറ്റാണ്, ഇത് തീവ്രവാദമാണ്, ഇത് മറ്റു മത, ഇങ്ങനെയൊക്കെ പറയും പല രീതികളിൽ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അറിയണം യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം. വീണ്ടും വീണ്ടും അച്ഛൻ പറയുക, ക്രൂശിതനെ പ്രഘോഷിക്കണം, കുരിശു മരണത്തെ പ്രഘോഷിക്കണം, അവൻ്റെ രക്ഷാകര പദ്ധതികളോടുകൂടി സ്വീകരിക്കണം. അതിനു വേണ്ട തീവ്രമായ പഠിപ്പിക്കൽ, അതിനു വേണ്ടതാണ് മാനസാന്തരം, പശ്ചാത്താപം, വിശുദ്ധമായ ജീവിതം, കൂദാശ ജീവിതം. ഇന്ന് സഭയിൽ നോക്കിക്കേ, എന്താ പറ്റിയേ? ഇത്രമാത്രം 4.5 ലക്ഷത്തോളം പുരോഹിതരുണ്ട്, 9 ലക്ഷത്തോളം സന്യസ്തരുണ്ട്, വൈദികരുണ്ട്, ബിഷപ്പുമാരുണ്ട്, കർദിനാൾമാരുണ്ട്, മാർപ്പാപ്പയുണ്ട്, വലിയൊരു സിസ്റ്റം നമുക്കുണ്ട്. എന്നിട്ടും എന്തേ നമ്മുടെ ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു? എന്തേ നമ്മുടെ ക്രൈസ്തവ മക്കള് കൂദാശയില്ലാതെ ജീവിക്കുന്നു? എന്തേ ഇത്രമാത്രം സമ്പുഷ്ടമായ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് മറ്റ് ന്യൂ ഏജിൻ്റെയും മറ്റ് സംസ്കാരത്തിൻ്റെയും മറ്റു മതത്തിൻ്റെയൊക്കെ പിന്നാലെ പോണു? ചിന്തിച്ചു നോക്കണം. നമ്മൾ ശത്രുക്കൾ വേറെ ആരുമില്ല മക്കളെ, നമ്മൾ തന്നെയാണ്. നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് ഈ കുരിശു മരണത്തെ നല്ല രീതിയിൽ പ്രഘോഷിച്ചിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സഭ ഇതുപോലെ അധപതിക്കത്തില്ലായിരുന്നു. മാത്രമല്ല മറ്റു ശത്രുക്കളാരും സഭയിൽ കയറി ഇറങ്ങി നിരങ്ങുമായിരുന്നില്ല. ദൈവത്തെ വിട്ടിട്ടെന്ന പോലെ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം വിട്ട് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിന് പകരം ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ലൗകായികത, ഭൗതികത. ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട്, പരിശുദ്ധ അമ്മ തൻ്റെ വൈദികരോടുന്ന പുസ്തകമുണ്ട്, സ്റ്റെഫാനോ ഗോപിയുടെ അവരുടെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം സന്ദേശങ്ങളാണ്. ഭൗതികത, യേശുവിനെ വിട്ടു, കർത്താവിൻ്റെ കുരിശുമരണം വിട്ടു, പ്രഘോഷിക്കേണ്ടത് പ്രഘോഷിക്കാതെ, പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ, ദൈവമക്കളെ അതിനോട് ചേർത്ത് പിടിപ്പിക്കാതെ ജീവിച്ചു. നമുക്കറിയാം യൂറോപ്പിലൊക്കെ വിശ്വാസ ജീവിതം തകർന്നു പോകാനുള്ള കാരണം എന്താ പറ്റിയേ? ചരിത്രം പഠിച്ചു നോക്കിയോ. പൗരോഹിത്യത്തിലും സഭയ്ക്ക് വന്ന വീഴ്ചകളാ. സഭ ഭൗതികതയുടെ പിന്നാലെ പോയി, ഭയങ്കര ഭൂഷകളായി, സമ്പത്ത് ആർജിച്ചു. അങ്ങനെ പല വിപ്ലവത്തിന് പിന്നിൽ എന്താ സംഭവിച്ചേ? സഭയ്ക്ക് പറ്റിയ ആത്മീയത വിട്ടുപോയ മേഖലകളാ. ലോകത്തിൻ്റെ പിന്നാലെ പോയി, സ്ഥാനമാനത്തിൻ്റെ പിന്നാലെ പോയി, ഭൗതികതയുടെ പിന്നാലെ പോയി, ലോകരാജ്യത്തിൻ്റെ പിന്നാലെ പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ അതിന് സമാനമായ വലിയ ഒരു പൈശാചികത ഇന്ന് സഭയിൽ ശത്രുവായിട്ട് കയറി പറ്റിയിട്ടുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ ബാബിലോൺ പ്രവാസത്തിന് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മക്കളെ, ഇങ്ങനെ ജീവിക്കണം, ദൈവത്തെ വിട്ടു പോകരുത്, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം, ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം, പ്രമാണങ്ങൾ പാലിക്കണം, ഇല്ലെങ്കിൽ നശിക്കും, നിങ്ങളെ ബാബിലോണിലേക്ക് അടിമത്ത് കൊണ്ടുപോകും, ഈജിപ്തിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പല കാര്യങ്ങളും ശിക്ഷകളും ഈ ജെറമ്യാ പ്രവാചകൻ പറഞ്ഞപ്പോൾ അവിടെ വേറെ കുറേ പ്രവാചകന്മാരുണ്ടായിരുന്നു. നമ്മൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ജെറമ്യാ പറയുന്നതിന് വിരുദ്ധമായിട്ട് ജെറമ്യാ സത്യമായ പ്രബോധനങ്ങൾ കൊടുക്കും, ശിക്ഷയും നാശങ്ങളൊക്കെ പറയും. അതിഷ്ടപ്പെടാതെ ഈ ജനമുണ്ടല്ലോ, വേറെ കുറേ പുരോഹിതന്മാരും പ്രവാചകന്മാരുണ്ട്. അവർ പറയും, ജെറമ്യാ നുണയാ പറയുന്നത്, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും, ഒരു കുഴപ്പമില്ല, പ്രവാസം ഉണ്ടാവത്തില്ല, അങ്ങനെ പ്രോസ്പെരിറ്റി ഗ്ലോറിയസ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ സത്യമായ പ്രബോധനം ഈ ജെറമ്യായിലൂടെ ദൈവം പറയുമ്പോൾ അത് കേൾക്കാൻ ജനമില്ല. അതിൻ്റെ പേരിൽ ജെറമ്യായെ പൊട്ടക്കിണറ്റിലെറിയുന്നു, ജെറമ്യായെ പിടിച്ച് ബന്ധിക്കുന്നു, ജെറമ്യായെ തല്ലിച്ചതയ്ക്കുന്നു, നിഷ്കളങ്ക രക്തം ജെറമ്യായോട് ചിന്തുന്നുണ്ട് അവിടെ. ഈ സമയത്തും മാനസാന്തരപ്പെടുന്നില്ല, ദൈവത്തിലേക്ക് കടങ്ങുന്നില്ല. അവസാനം എന്താ പറയുക, ഒരു നിർബന്ധിതമായിട്ടെന്ന പോലെ ദൈവം ആ ജനത്തെ നശിപ്പിക്കുന്നുണ്ട്. ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി, മതിൽക്കെട്ടുകളൊക്കെ അടിച്ച് തകർത്തു. 70 വർഷക്കാലം ബാബിലോൺ പ്രവാസത്തിലേക്ക് ഈ ജനത്തെ നയിച്ച ആ അടിസ്ഥാന കാരണം ഈ പ്രവാചകന്റെ സ്വരം കേട്ടില്ല. ഇന്നും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു പ്രവാചക സ്വരം ദൈവത്തോട് ചേർന്ന് ക്രൂശിതന്റെ ആ ബലി സ്വന്തമാക്കി ക്രൂശിതനെ പ്രഘോഷിച്ച് ദൈവമക്കളെ ചേർത്ത് നിർത്തേണ്ട സഭ അധികാരികൾ അതിനോട് ചേർന്ന് ജീവിക്കാതെ ലോകത്തെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ചേർത്ത് പിടിച്ച്
കപടമായ മതസൗഹാർദ്ദം പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഓർത്തോ, ശത്രു സഭയ്ക്കുള്ളിൽ തന്നെയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു സത്യം നമ്മൾ തിരിച്ചറിയും. പിന്നെ മറ്റൊരു മേഖലയാണ് ആടുകളെ സ്നേഹിക്കാത്ത ഇടയന്മാരെ കൊണ്ട് ഇന്ന് സഭ നിറഞ്ഞേക്കാം. പല മേഖലകളിലും. ഇപ്പം നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല, ശരിക്കും പറഞ്ഞാൽ പൗരോഹിത്യം സഭ ചെയ്യേണ്ടതൊന്നുമല്ല ഇത്. സഭ അതിന് ചില കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ പോയിട്ട് ഒരു കച്ചവട മനസ്ഥിതി, അതും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ചും ആടുകളെയല്ല സ്നേഹിക്കണ്ടേ. ഇന്ന് സഭയ്ക്കുള്ളിൽ ആടുകളെ സ്നേഹിക്കാത്ത ഒരു വലിയ പൈശാചികതയുണ്ട്. കാശ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷനും മറ്റും അല്ലെങ്കിൽ ജോലി മറ്റു കാര്യങ്ങളൊക്കെ ഏതവനും കൊടുക്കും, കാശ് കിട്ടിയാൽ മതി. ഇന്ന് ശരിക്കും പഠിച്ചോ, നമ്മുടെ പല സ്ഥാപനങ്ങളും അത് ഉപയോഗിച്ചത് കാശുള്ളവർക്ക് ആർക്കും ഉണ്ടാവുമല്ലോ. പല വഴി ചെയ്ത കള്ളക്കടത്ത് നടത്തി കഴിഞ്ഞാൽ, സ്വർണ്ണക്കടത്ത് നടത്തി കഴിഞ്ഞാൽ കാശൊക്കെ ഉണ്ടാവും. അങ്ങനെ കാശിന് വേണ്ടിയിട്ടെന്ന പോലെ ഒത്തിരിയേറെ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇടം കൊടുക്കാതെ ഒത്തിരി ഉണ്ടായപ്പോൾ തന്നെ എവിടെയാ ശത്രു, എവിടെയാ സഭയ്ക്കൂടി. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കാണ്, സങ്കടത്തോടു കൂടി പറയാം, ഒരു ക്രിസ്ത്യാനി പയ്യൻ, അവൻ ഒത്തിരിയേറെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മകനാണ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഇൻവോൾവ്ഡ് ആണ് ഈ സമൂഹത്തിൽ. അതേ പറയാ, ഈ ഒരു സഭയുടെ സ്ഥാപനത്തിൽ ഒരു 10 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അച്ഛാ, സഭയ്ക്ക് വേണ്ടി ആ മകൾ ഒരിക്കലും നിൽക്കില്ല. ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി. ഈ ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്താൽ അല്ലെങ്കിൽ അവൾ ചെന്ന് പെട്ടാൽ അവന് സഭയ്ക്ക് നിൽക്കത്തില്ല. എന്തു പറ്റി? ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ സഭ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ഇടവകകൾ, നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അവരെ സ്നേഹിക്കണം, അവരെ വളർത്തണം. അവരെ വിശ്വാസത്തിൽ, നമ്മുടെ സഭയോട് ചേർത്ത്, വിശ്വാസത്തോട് ചേർത്ത്, നമ്മുടെ പ്രസ്ഥാനങ്ങളോട് ചേർത്ത് ദൈവകൃപയിൽ അവരെ നിർത്തണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സഭയുടെ മക്കളുടെ വിശ്വാസത്തിൻ്റെ നാശത്തിന് കാരണമാകുക. സഭയെ ആരെ നശിപ്പിക്കണേ? ഇന്ന് സഭയുടെ കൂടെ നിൽക്കാൻ എത്ര മക്കളുണ്ടാവും? പ്രസ്ഥാനങ്ങളുടെ കൂടെ നിൽക്കാൻ, ശുശ്രൂഷകളുടെ കൂടെ നിൽക്കാൻ, ഇടവകയോട് ചേർന്ന് നിൽക്കാൻ, വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാൻ, പൗരോഹിത്യത്തോട് ചേർന്ന് നിൽക്കാൻ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ശരിക്കും നമ്മൾ അറിയണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സഭയിൽ ചെയ്യാതെ പോയതുകൊണ്ട് സഭയുടെ ബലം, സഭയുടെ കരുത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ അവസ്ഥയുണ്ട്. ഇവിടെയൊക്കെ കാവൽ ഗോപുരങ്ങൾ ബലപ്പെടുത്തേണ്ടതിന് ആവശ്യകതയുണ്ട്. മാത്രമല്ല, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വേണ്ടാത്തതിൻ്റെ പേരിൽ വഴക്ക്. സഭയുടെ ഇന്ന് നമുക്കറിയാം, ശത്രുക്കൾ ഇങ്ങനെ ഏറി വരിക. സഭയെ നശിപ്പിക്കാൻ, ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ, വിശ്വാസത്തെ നശിപ്പിക്കാൻ ശത്രു അതിപ്രബലമായിട്ട് കടന്നു വരുമ്പോൾ സഭയ്ക്കുള്ളിൽ ഒരുമിച്ച് നിന്ന്, ഒരുമയോടെ ബലിയർപ്പിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമയോടെ ശക്തിയാർജിച്ച് സംരക്ഷണം ഏർപ്പെടുത്തേണ്ട ദൈവമക്കൾ, സഭാതനയന്മാർ എന്താ ചെയ്യുന്നത്? വേണ്ടാത്ത വഴക്ക്. ഞാനിന്ന് രാവിലെ വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 14 മുതൽ തിരുവചന ഭാഗത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിശ്വസ്തനായ ഭൃത്യനെ കുറിച്ച് പറയാം. വിശ്വസ്തനായ ഭൃത്യൻ കാവൽ ഗോപുരമായിട്ട്, സംരക്ഷകനായിട്ട്, കർത്താവിന് വേണ്ടി ജീവിക്കേണ്ട ഒരു ഭൃത്യൻ, അവനെക്കുറിച്ച് പറയാണ്. നമുക്കിന്ന് വായിച്ചു കേൾക്കാം. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ തിരുവചന ഭാഗം. അവിടെ പറയാണ്, ഇത് അവരെ അനുസ്മരിപ്പിക്കുക. എന്താണ്? വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങൾ എന്ന് പറയാണ്, ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയുള്ളൂ. ഇന്ന് ഒരു ഗുണം ചെയ്യാത്ത, വിശ്വാസികൾക്ക് ഗുണം ചെയ്യാത്ത രീതിയിൽ വാക്കുകളുടെ പേരിൽ തർക്കം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. വീണ്ടും 16-ാമത്തെ വചനം അവിടെ പറയാണ്, ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ജനങ്ങളെ ഭക്തിരാഹിത്യം. ഇന്ന് ലൗകികമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ, വാക്കുകളെ ചൊല്ലിയ തർക്കങ്ങൾ സഭയിലേറുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് തന്നെ സഭയെ നശിപ്പിക്കുന്ന ശത്രുവായിട്ട് മാറുകയാണ്. ഇന്ന് നമ്മുടെ സഭയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ, ആ വാക്ക് ഈ വാക്ക്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കണേ പ്രിയപ്പെട്ട മക്കളെ.
ഞാൻ ഓർക്കുക, ഇതുവരെയും നമ്മൾ കാവലാളായിട്ട് നിൽക്കേണ്ട സഭാ മക്കള്, അധികാര മേഖലകള് ശത്രുവിനെ തിരിച്ചറിയാതെ ദൈവമക്കളെ ചേർത്ത് നിർത്തേണ്ടതിന് പകരം വാക്കുകളുടെ പേരിൽ, ലൗകികമായ കാര്യങ്ങളുടെ പേരിൽ അതും ഇതും പറഞ്ഞ് യഥാർത്ഥമായ ചൈതന്യം നഷ്ടപ്പെടുത്തി ക്രൂശിതന്റെ കുരിശുമരണത്തിന് വിലയില്ലാത്ത വിധം ചെയ്യുമ്പോൾ അത് തന്നെയാണ് സഭയെ നശിപ്പിക്കുന്ന വലിയ പിശാച്. എന്താ തിരിച്ചറിയാതെ പോകുന്നത്? ഇനി കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശ്വാസ സമൂഹത്തെ, ഇത്രയും ജനസംഖ്യയുള്ള ഒരു വിശ്വാസ സമൂഹം, ഇത്രയും ലോകത്തിൻ്റെ പ്രകാശമാകേണ്ട സഭ, ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അബ്രാഹത്തെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം വിളിച്ച പോലെ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അഭിഷേക ശക്തി നിറച്ചുകൊണ്ട് സഭയെ ദൈവം വിളിച്ച് ഉയർത്തി. മലമേൽ പണിതുയർത്തപ്പെട്ട ഗോപുരം പോലെ, പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട ദീപം പോലെ ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകേണ്ട സഭാ മക്കൾ, ഈ ലോകത്തിന് മുഴുവൻ പ്രദർശിപ്പിക്കപ്പെടേണ്ട ഗോപുരം പോലുള്ള ഉറപ്പുള്ള ദൈവത്തിൻ്റെ സ്വന്തമായ സഭ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എന്തുമാത്രം കരുത്തോടെ ജീവിക്കണം. അതെല്ലാം മറന്നിട്ട് ഒറ്റ കാര്യമുള്ളൂ, സഭ പ്രഘോഷിക്കണത് ക്രൂശിതൻ, കുരിശിൽ മരിച്ച കർത്താവ്, അവൻ്റെ സഹനം, അവൻ്റെ പീഡാസഹനങ്ങൾ, അവൻ ചിന്തിയ രക്തം, അവൻ മരിച്ച മരണം, അവൻ നൽകിയ ജീവൻ, അതാണ് പ്രഘോഷിക്കേണ്ടത്. അതിനുവേണ്ടി മനുഷ്യ മക്കളെ ചേർത്ത് പിടിച്ച് ഈ പറയുന്ന എല്ലാ മക്കൾക്കും ഈ ഈശോയെ കൊടുക്കത്തക്ക വിധം ജീവിക്കണം. ജീവിക്കാതെ പോയതിൻ്റെ വലിയ ഗതികേട്. വീണ്ടും ഈ ലേഖന ഭാഗത്തിൽ ദൈവമായ കർത്താവ് പറയുന്ന വലിയ കാര്യമുണ്ട്. 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം അവിടെ പറയാണ്, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. കേട്ടോ, മൂഢം, ബാലിശം. ഇന്ന് ഈ പല സംഭവങ്ങളും കേൾക്കുമ്പോൾ എന്ത് മൂഢമായതാണതൊക്കെ, ബാലിശമായ കാര്യങ്ങൾ. നമ്മളൊക്കെ എവിടെ നിൽക്കേണ്ട ആളുകളാ? നമ്മുടെയൊക്കെ അധികാരികളും പുരോഹിതരും ബിഷപ്പുമാരും അധികാരികളും ഒക്കെ എവിടെ നിൽക്കേണ്ടവരാ? എന്നിട്ട് മൂഢമായ ബാലിശമായ ചില കാര്യങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ കുരിശിലെ ബലി എന്തെന്ന് ശരിക്കും അറിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ, അത് വേണോ ഇത് വേണോ, ഇതൊക്കെ പറഞ്ഞ് ബാലിശമാണത്. എന്നിട്ട് വിശ്വാസികളെ അകറ്റി ജനങ്ങളെ ഒത്തിരിയേറെ വേദനിപ്പിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ എന്ത് പറയാണ്, അതിലേർപ്പെടരുത്. എന്നിട്ട് പറയാണ്, അവ കലഹങ്ങൾക്ക് ഇടയാക്കുമെന്ന് നിനക്കറിയാലോ. കലഹങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപടി സംഭവിക്കുക അറിയാമല്ലോ. നിങ്ങൾ പറയാണ്, കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ആരാ? ദാസൻ. ഇന്ന് ഇവരിത് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ കർത്താവിൻ്റെ ദാസന്മാരാ. ഇന്ന് വലിയ അധികാരികളായിട്ട് ഭൂഷകളായിട്ട് അധികാര സ്ഥാനത്തിരുന്ന്, അല്ലെങ്കിൽ ഞാൻ അച്ഛനാണ്, ഞാൻ ഇടവക വികാരിയാണ്, ഞാൻ അതാണ് ഇതാണ്. ദാസനാ, നമ്മൾ ദാസന്മാരാ. അപ്പൻ ദാസനാ, അമ്മ ദാസിയ. ആ ഒരു സ്ഥാനം ക്രിസ്ത്യാനി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോയാൽ സഭയെ നശിപ്പിക്കുന്ന ശത്രുവായിട്ട് നീ മാറും. ഇന്ന് പറയാണ്, കലഹപ്രിയനായിരിക്കരുത്, എല്ലാവരോടും സൗമ്യത ഉള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എന്നിട്ട് അവസാനം പൗലോസ്ലീഹ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അതാണ് നമ്മളിന്ന് സ്വീകരിക്കേണ്ടത്. എന്നറിയോ, പിശാച്, ഇനി ശ്രദ്ധിക്കണം കേട്ടോ, പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ഇങ്ങനെ വാക്തർക്കത്തിൽ, കലഹത്തിൽ, ഭിന്നതയിൽ, ദൗത്യം മറന്ന് വിളിക്കപ്പെട്ട വിളിയുടെ മഹത്വം മനസ്സിലാക്കാതെ അഹങ്കരിച്ച് സ്ഥാനമാനങ്ങളെ ചൊല്ലി, സമ്പത്തിനെ ചൊല്ലി, പല പല ഭൗതികതയ്ക്ക് വേണ്ടി, ലൗകികതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളെ കുറിച്ച് പറയാ, അവർ എന്താ പറയാ, പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിനു വേണ്ടി അവരെ അടിമകളാക്കിയിരിക്കുകയാണെന്ന്. പിശാച് എന്താ പറയാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ പ്രിയപ്പെട്ട മക്കളെ, എന്നെ സേവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, കാവൽ ഗോപുരങ്ങൾ ഇന്ന് തകർന്നിരിക്കുമ്പോൾ കാവൽ ഗോപുരങ്ങളായിട്ട് മാറുവാൻ വേണ്ടി നമ്മൾ അതിയായിട്ട് ശ്രമിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. എന്താ പറയാണ്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. സുബോധം വീണ്ടെടുത്ത്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട്
സഭയുടെ വിശ്വാസത്തെ, സഭയുടെ പാരമ്പര്യത്തെ, സഭയുടെ ദൗത്യത്തെ നിസാരമായി കണ്ട് ഇന്ന് പലരുമുണ്ട്. ഈ ജീവിത അന്തസ്സിലാണെങ്കിലും അതിനോട് താല്പര്യമില്ല. കുറെ തിന്നുക, കുറെ കുടിക്കുക, കുറെ ഉറങ്ങുക. വിശ്വാസികൾ എങ്ങനെ ജീവിച്ചാലും ആ രീതിയിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ തലങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം, സഭയെ നശിപ്പിക്കുന്ന, വിശ്വാസത്തെ തകർക്കുന്ന, ഇല്ലാതാക്കുന്ന ശത്രു പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി പലരെയും ഉപയോഗിക്കുമ്പോൾ അവർക്ക് സുബോധം വേണം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്, സഭയെ നശിപ്പിക്കുന്ന ശത്രുക്കൾ കടന്നു വന്ന് സഭയ്ക്കുള്ളിൽ കയറി പല പല അധികാര മേഖലകളിലും സഭാമക്കളിൽ അടിമപ്പെടുത്തിക്കൊണ്ട് അവരെ പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് സുബോധമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ സഭയ്ക്കെതിരെ സഭാമക്കൾ തന്നെയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛന്മാർക്കെതിരെ, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ, ബിഷപ്പ്മാർക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാവലാളുകളായിട്ട് മാറേണ്ടവർ, സംരക്ഷകരായിട്ട് മാറേണ്ടവർ പല പല സ്വാർത്ഥതയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുക. സഭയിൽ നമ്മളായിരിക്കുമ്പോൾ സഭയെ സ്നേഹിക്കുന്ന, സഭയെ ഉദ്ഘോഷിക്കുന്ന, സഭയെ പ്രഘോഷിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, ക്രൂശിതനെ പ്രഘോഷിക്കുന്ന, കുരിശുമരണത്തെ സംരക്ഷിക്കുന്ന, അതിനുവേണ്ടി ജീവിക്കുന്ന ശക്തമായ നിലപാടുകൾ, തീരുമാനങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ. അതുകൊണ്ട് സഭയ്ക്കുള്ളിൽ നിന്ന് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോരോ മേഖലകൾ നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ നിലവിളിക്കണം. സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമപ്പെടുത്തി വച്ചിട്ടുണ്ടെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അവർക്ക് സുബോധം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, ആടുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ശത്രുവിനെ തിരിച്ചറിയുന്ന ഇടയന്മാരായിട്ട് മാറി അതിനെതിരെ ശക്തമായിട്ട് പ്രഘോഷിക്കാൻ, അതിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇന്ന് സഭയ്ക്ക്, സഭാമക്കൾക്ക് കഴിയണം. അതിന് കഴിയാതെ പോയതിൻ്റെ ഒരു വലിയ കഷ്ടനഷ്ടങ്ങൾ ഇന്ന് സഭ അനുഭവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്നത്തേക്കാളും ഏറെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനും നമ്മൾ തീരുമാനിക്കണം. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ലേ, സഭയെ ദൈവം വിളിച്ചത്, സഭയെ ദൈവം ഉയർത്തിയത്, സഭയുടെ കെട്ടുറപ്പിൽ ദൈവം ഉറപ്പിച്ചത് കർത്താവിൻ്റെ രക്ഷാകര പ്രവൃത്തി ഈ ലോകത്തിന് കൊടുക്കാനാണ്. അല്ലാതെ അവിടുന്നും ഇവിടുന്നും സ്വീകരിച്ച് അതും ഇതും ശരിയാണെന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കെട്ടിപ്പിടിക്കാനല്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു സാർവത്രിക സാഹോദര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോംപ്രമൈസുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് തന്നെ സഭയെ നശിപ്പിക്കുന്ന, ക്രൈസ്തവ വിശ്വാസത്തെ നശിപ്പിക്കുന്ന, കത്തോലിക്ക സഭയെ നശിപ്പിക്കുന്ന, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അതിൻ്റെ ശക്തിയോടുകൂടി സ്വീകരിക്കാൻ പറ്റാതെ, അത് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും. അതുകൊണ്ട് ശത്രുക്കളെ തിരിച്ചറിയുക, വ്യക്തമായ നിലപാടുകൾ എടുക്കുക, കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞു, കുരിശുദ്ധവും ലെപ്പാൻഡോ യുദ്ധങ്ങളൊക്കെ സഭയ്ക്ക് നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? അതെല്ലാം ഈ കാലഘട്ടത്തിലും വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആ പഠനങ്ങളെ ജീവിതത്തിലും സഭയിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് കാവൽ ഗോപുരങ്ങളായിട്ട് തീരേണ്ട നമ്മുടെ ഓരോ മേഖലകളും ശക്തമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് അതിൽ ബലപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കരുത്ത് സ്വന്തമാക്കി നല്ല നല്ല പഠനങ്ങൾ, പഠിപ്പിക്കലുകൾ ദൈവമക്കൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ വിശുദ്ധിയോടെ ബലിയർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കുരിശുമരണത്തെ ആവാഹിച്ചെടുത്തുകൊണ്ട് ആ കുരിശുമരണ ശക്തി അനേക മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന വലിയൊരു അഭിഷേകമായിട്ട്, ശക്തിയായിട്ട്, സാന്നിധ്യമായിട്ട് സഭ മാറണം. അതിനൊക്കെ വേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കർത്താവിനോട് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഒത്തിരിയേറെ പോരായ്മകളും കുറവുകളുമൊക്കെ സഭയിൽ വന്നിട്ടുണ്ട്. നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞതുപോലെ സഭയെ നശിപ്പിക്കുന്ന, സഭയെ തകർക്കുന്ന ഒത്തിരിയേറെ പ്രവൃത്തികൾ സഭയ്ക്കുള്ളിൽ നിന്ന് സഭയുടെ അവിശ്വസ്തരായ, ചതിയന്മാരായ, യൂദാസുമാരായ പലരിലൂടെയും കടന്നു വന്നുവെന്ന് സഭ
പരിശുദ്ധ പിതാക്കന്മാരിലൂടെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മേഖലകൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, അഭിഷേകം നിറഞ്ഞ അഭിഷിക്തർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ അഭിഷിക്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് പലരെയും ഒരു കാര്യം ഓർത്തോ, ഒരു അധികാരിയെ, ഒരു അഭിഷിക്തനെ പിശാച് വീഴ്ത്തിയാൽ, അവൻ തെറ്റായ ഒരു പഠിപ്പിക്കൽ പറഞ്ഞാൽ, പഠിപ്പിച്ചാൽ അത് മതി ഒരു ജനത്തെ, ഒരു സമൂഹത്തെ അപ്പാടെ നശിപ്പിക്കാൻ. അത് മതി. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഈശോയുടെ നാമത്തെ, ഈശോയുടെ കുരിശുമരണത്തെ പ്രഘോഷിക്കണം. എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാണ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി, എൻ്റെ കർത്താവിൻ്റെ കുരിശുമരണം, അതിനെ വെള്ളം ചേർക്കാതെ ഞാൻ സ്വീകരിച്ചിട്ട് അത് പ്രഘോഷിക്കണം. അതിന് പറ്റിയ ഒരു അഭിഷേകം ഇന്ന് ഈ കാലഘട്ടത്തിൽ സഭയിൽ, അധികാര മേഖലകളിൽ, പൗരോഹിത്യത്തിൽ, സഭാ പ്രസ്ഥാനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു കച്ചവടമല്ല, അല്ലെങ്കിൽ കാര്യസാധ്യമല്ല. ആടുകളെ സ്നേഹിക്കുന്ന സഭ, ആടുകളെ ചേർത്ത് പിടിക്കുന്ന സംവിധാനങ്ങൾ, ആടുകളുടെ ശത്രുക്കളായ ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു വലിയ അഭിഷേകം, അത് ഇന്ന് സഭയിൽ എന്നത്തെക്കാളും ഏറെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാവലാളായിട്ട് മാറുന്ന ഈ സ്വർഗീയമായ മിസ്ഫ അനുഭവത്തിൽ നമ്മളായിരിക്കുമ്പോൾ കേട്ട കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നമ്മൾ പലരിലൂടെയും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സഭയുടെ ശത്രുവിനെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അന്ധമാക്കപ്പെട്ട ഒരവസ്ഥ ഇന്ന് സഭയുടെ സംവിധാനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ഏജിൻ്റെയും ഫ്രീമേസൺസിൻ്റെയും ഒക്കെ സ്വാധീനങ്ങൾ കടന്നു വന്നപ്പോൾ, അതോടൊപ്പം തന്നെ ഈ അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് പലതും കയറിപ്പറ്റിയപ്പോൾ ഇന്ന് പലയിടത്തും പലതിനെ കയറ്റി വച്ചിട്ടുണ്ട്. ജെറമ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, അത് കേൾക്കാതെ പോയതുകൊണ്ട് ബാബിലോൺ പ്രവാസം, ദേവാലയം നശിപ്പിക്കുക. എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരിക, ഒരു ബാബിലോൺ പ്രവാസം അധികം താമസിയാതെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കടന്നു വരേണ്ടത് ഒരത്യന്താപേക്ഷിതമല്ലേ എന്ന് തോന്നിപ്പോവുക. കാരണം ഇത്രമാത്രം സംഭവങ്ങളുണ്ടായിട്ടും ദൈവത്തിലേക്ക് തിരിയാതെ, അതിൽ നിന്ന് പഠിക്കാതെ വീണ്ടും വീണ്ടും തെറ്റാവർത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനൊരു പര്യവസാനം ഉണ്ടാകും. അത് ചിലപ്പോൾ ഇങ്ങനെയൊരു ദുരന്തമായി പോകുമോ എന്ന് സംശയിക്കണം. കാരണം ശത്രുവിൻ്റെ ടാർജറ്റ് അവൻ കൃത്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടാർജറ്റ് ഇതാണ്. പിശാച് പറഞ്ഞിട്ടുണ്ട്, കൊല്ലും, നശിപ്പിക്കും, ഇല്ലാതാക്കും. ഈശോ പറഞ്ഞു, അതാണ് അവൻ്റെ സ്വഭാവം. അവൻ അതിനുവേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. സഭയിൽ, അതോടൊപ്പം തന്നെ ക്രൈസ്തവ രാജ്യങ്ങളിൽ, ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിൽ, പൗരോഹിത്യ മേഖലകളിൽ, മാധ്യമങ്ങളിലൂടെ, മറ്റ് പല രീതികളിലും അവൻ ശക്തമായിട്ട് ആക്രമിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും കാവൽ ഗോപുരങ്ങളായിട്ട് സംരക്ഷിക്കേണ്ടവർ ഉറങ്ങി വിശ്രമിച്ച് അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ പറയും, ഈ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോയതുപോലെ, ഇസ്രായേൽ ജനം തകർക്കപ്പെട്ടതുപോലെ, ദേവാലയം തകർക്കപ്പെട്ടതുപോലെ നമ്മുടെയും ഈ വിശ്വാസത്തെ, നമ്മുടെയും ക്രൈസ്തവ പാരമ്പര്യത്തെ നശിപ്പിക്കുന്ന ഒരു ഗതികേട് വരാൻ ഒത്തിരിയേറെ സാധ്യതയുണ്ട്. അത് പിശാചിൻ്റെ നിഗൂഢമായ തന്ത്രമാണ്. അവനത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് അവൻ്റെ തന്ത്രമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിലേക്കൊന്നും പോകാതെ നമ്മുടെ വിളി സ്വീകരിച്ചുകൊണ്ട്, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ക്രൂശിതനെ പ്രഘോഷിക്കുന്ന, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന, അവൻ്റെ രക്തത്തെ പ്രഘോഷിക്കുന്ന, അവൻ ജീവൻ നൽകാൻ വേണ്ടി വന്നതാ. അവൻ നമ്മൾ മരിക്കാൻ വേണ്ടി വന്നവരല്ല. അവൻ വന്നത് നമ്മൾ മരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ചത്ത് കാണാൻ വേണ്ടിയല്ല. അതുകൊണ്ട് നമ്മളെ കൊല്ലുമ്പോൾ, നമ്മളെ ഇല്ലാതാക്കുമ്പോൾ ക്രിസ്ത്യാനി ക്ഷമിച്ചോ, ക്രിസ്ത്യാനി സഹിച്ചോ, അതല്ല. പരിശുദ്ധ പിതാവ് പറഞ്ഞു ഓർക്കുക, ക്ഷമയെ ഒരിക്കലും ന്യായീകരണത്തോട്, നീതീകരണത്തോട് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ക്ഷമയെ ഒരിക്കലും നീതിയോട്, ന്യായീകരണത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. നീതിയുള്ള ജീവിതം ജീവിക്കണം, ന്യായത്തോടെ ജീവിക്കണം. ക്ഷമ എന്നും പറഞ്ഞ് എല്ലാത്തിനെയും ക്ഷമിക്കാനും സഹിക്കാനും സ്വീകരിക്കാനും ഒരു ഉത്തരവാദിത്വവും ദൈവമക്കൾക്കില്ല. നീതിയോടെ, ന്യായത്തോടെ ജീവിക്കണം. ജീവന് വേണ്ടി നിലകൊള്ളണം, ജീവനെ പ്രഘോഷിക്കണം. ക്രിസ്തു വന്നത് ജീവനുണ്ടാകാനാണ്. ഈശോ മരിച്ചത് നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോ മരിച്ചു, അതുകൊണ്ട് ക്രിസ്ത്യാനി മരിച്ചോട്ടെ. ആ ഒരു ചിന്താഗതി
എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറ്റണം. എന്നിട്ട് സഭയുടെ ദൗത്യം ജീവനെ പ്രഘോഷിക്കാനാണ്. സഭയുടെ ദൗത്യം ജീവനിൽ ദൈവമക്കളെ വളർത്താനാണ്. ഈ ജീവനിലേക്ക് സകല മക്കളെയും അടുപ്പിക്കാനാണ് ദൗത്യം. മറക്കാതെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ വലിയ അഭിഷേകം, വലിയ കൃപ സഭയ്ക്ക്, സഭ അധികാരികൾക്ക്, സഭ മക്കളായി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ കാവൽ ഗോപുരമായിട്ട് പണിതുയർത്തപ്പെടേണ്ട ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ അതിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ അല്പസമയം കർത്താവിൻ്റെ വലിയ ശക്തിക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി അവിടുത്തോട് ചേർന്നിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധനായ കർത്താവേ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഓ കർത്താവേ, അങ്ങ് സർവശക്തനാണ്, അങ്ങ് ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരുവാനിരിക്കുന്നവനാണ്, സർവശക്തനാണ്. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സഭയെ സമർപ്പിക്കുന്നു, വിശ്വാസ ജീവിതത്തെ സമർപ്പിക്കുന്നു, സഭയുടെ പാരമ്പര്യത്തെ സമർപ്പിക്കുന്നു, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ സമർപ്പിക്കുന്നു. എല്ലാ അടിമത്തങ്ങള്, പൈശാചിക പീഡകള്, തകർച്ചകള്, തടസ്സങ്ങള് എല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് കടന്നു വരണമേ, അങ്ങ് ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ യേശുവേ. കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണേ. കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണേ. കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണേ. കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിന്റെ ശക്തി തരണേ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനായ കർത്താവേ, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനായ കർത്താവേ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി ആരാധിച്ചുകൊണ്ട് കരങ്ങൾ വീശി പ്രിയപ്പെട്ട മക്കളെ ആരാധിക്കാം, സ്വയം മഹത്വപ്പെടുത്താം. മലാക്കുമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് സർവശക്തനായ കർത്താവിനെ ആരാധിച്ച്
മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ശക്തനായ ദൈവമേ, നിത്യനായ ദൈവമേ, ജീവൻ നൽകുന്ന കർത്താവേ, ആരാധന ആരാധന. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന ആരാധന. ഈശോയേ ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സ്തുതി 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 സ്തുതി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തി ഒഴുകട്ടെ, കൃപ നിറയട്ടെ, ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരമപരിശുദ്ധനായ കർത്താവേ, സർവശക്തനായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, ഞങ്ങൾക്ക് ജീവൻ നൽകാൻ വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് അമൂല്യമായ രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളെ മാത്രമല്ല, ഈ ലോകം മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ് അങ്ങ്. അങ്ങയുടെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി അങ്ങ് കത്തോലിക്ക സഭയെ അങ്ങ് സ്ഥാപിച്ചു. പരിശുദ്ധ പിതാവിന് കർദിനാൾമാരെ, മെത്രാന്മാരെ, പുരോഹിതരെ, സന്യസ്തരെ, കുടുംബങ്ങളെ, ക്രൈസ്തവ മക്കളെ അങ്ങ് അഭിഷേകം ചെയ്തു. മാമോദീസായിലൂടെ അങ്ങയുടെ കുരിശുമരണ ശക്തി ഞങ്ങൾക്ക് നിറച്ചു തന്നുകൊണ്ട് യേശുവേ, അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ, അങ്ങയുടെ സ്വന്തമായി ദൈവമക്കളായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തു, വേർതിരിച്ചു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ വിളിച്ചത് അബ്രാഹത്തെ വിളിച്ച പോലെയാ. അനേകം ജനതകൾക്ക് അനുഗ്രഹമായി തീരുവാൻ അബ്രാഹത്തിലൂടെ അനേക മക്കളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളിലൂടെ ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിച്ചു, സഭയെ ഉയർത്തി. എന്നാൽ കർത്താവെ, അങ്ങയോട് ചേർന്ന് നിൽക്കേണ്ട സഭ, അങ്ങയുടെ കുരിശുമരണത്തെ പ്രഘോഷിക്കേണ്ട സഭ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി സ്വന്തമാക്കേണ്ട സഭ, പൗരോഹിത്യം, സന്യാസ ജീവിതം, കർത്താവെ, ഒത്തിരിയേറെ ദൗത്യത്തിൽ നിന്ന് അകന്നു പോയതിൻ്റെ പൈശാചികത കർത്താവെ ഞങ്ങൾ അനുഭവിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കേണ്ട സഭ അതിൽ നിന്നൊക്കെ മാറിപ്പോയ അവസ്ഥകൾ നേരെ അനുഭവത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സഭയെ കാത്തു സൂക്ഷിക്കുന്നു, അങ്ങയുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കുന്നു. എന്നാൽ കർത്താവെ, സഖറിയ പ്രവാചന പുസ്തകത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, 9-ാം അധ്യായത്തിൻ്റെ 8-ാം വചനത്തിലൂടെ, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അവയ്ക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. കർത്താവേ, സഭയെ അങ്ങ് ഉയർത്തി. സഭ നശിക്കാതിരിക്കാൻ അങ്ങ് പാളയമടിച്ച് കാവൽ നിൽക്കാൻ തിരുമനസ്സായി. അങ്ങയുടെ കണ്ണ് സഭയുടെ മേൽ അങ്ങ് ഉറപ്പിച്ചു. എന്നാൽ കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, സഭയ്ക്കെതിരെയുള്ള ശത്രുക്കള് സഭയ്ക്ക് പുറത്തു നിന്നല്ല, പിന്നെയോ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ഒത്തിരിയേറെ മേഖലകളിലൂടെ ഈശോയെ അങ്ങ് ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, സഭയ്ക്ക് അങ്ങ് തന്ന അഭിഷേകം, സഭയ്ക്ക് അങ്ങ് തന്ന സംരക്ഷണം, അത് നഷ്ടപ്പെടുത്തും വിധം ഇന്ന് സഭയിലേക്ക് കടന്നു വന്ന പല പല അടിമത്തങ്ങൾ, പൈശാചിക പീഡകൾ, ലൗകികത, ഭൗതികവാദം, യുക്തിവാദം, അതോടൊപ്പം തന്നെ കർത്താവേ, തെറ്റായ പഠിപ്പിക്കലുകൾ, തെറ്റായ ദൈവശാസ്ത്രങ്ങൾ, തെറ്റായ ചില ബോധ്യങ്ങൾ, എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി അങ്ങയുടെ കുരിശ് മരണത്തിൽ പോലും വെള്ളം ചേർത്തു. അങ്ങയുടെ ഏകരക്ഷകൻ എന്നുള്ള ആ സത്യത്തെ പോലും അവഗണിച്ചു. കർത്താവേ, ശത്രുക്കളെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിൻ്റെ
ഗതികേട് ഇന്നൊത്തിരിയേറെ സഭയിലേക്ക് കടന്നു വന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കത്തോലിക്ക തിരുസഭയെ പ്രത്യേകമാവിധം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിളിക്കപ്പെട്ട വിളി, ഉത്തരവാദിത്വം അത് മറന്നിട്ടെന്ന പോലെ കർത്താവേ, ലോകത്തിൻ്റെ പിന്നാലെ, ഭൗതികതയുടെ പിന്നാലെ പല പല മേഖലകളിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കപട മത സൗഹാർദ്ദത്തിൻ്റെ പേരും പറഞ്ഞ് ഈശോയെ അങ്ങയെ പ്രഘോഷിക്കാതെ, അങ്ങയുടെ കുരിശുമരണത്തെ പ്രഘോഷിക്കാതെ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയിലേക്ക് അനേക മക്കളെ ആനയിക്കാതെ കർത്താവെ ഒത്തിരിയേറെ അധപതിച്ചു പോയി. ഉത്തരവാദിത്വ നിർവഹണത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോയി. അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോയെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്തിനു വേണ്ടി സഭയെ ഉയർത്തിയോ, എന്തിനു വേണ്ടി അധികാരത്തെ ഉയർത്തിയോ, എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തോ, ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ സഭയെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. അതിനുവേണ്ടി കത്തോലിക്ക തിരുസഭയെ ജീവൻ നൽകുന്ന, രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന അങ്ങയുടെ കുരിശുമരണത്തോട് ചേർത്ത്, ദിവ്യകാരുണ്യത്തോട് ചേർത്ത് ഈശോയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അഭിഷേക ശക്തിയായി, ജീവന്റെ സ്രോതസ്സായി, കരുണയുടെ ഉറവയാക്കി സഭയെ അവിടുന്ന്, സഭാധികാരികളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. വലിയ അഭിഷേകത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ, അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. കർത്താവേ, അങ്ങ് വന്നത് ജീവൻ നൽകാന്, അങ്ങയുടെ മക്കൾ ജീവന്റെ സമൃദ്ധി പ്രാപിക്കാന്. ആ ജീവന്റെ ശുശ്രൂഷകൾ സഭയിലൂടെ പൂർത്തീകരിക്കപ്പെടണം കർത്താവേ. എന്നാൽ ജീവൻ നശിപ്പിക്കുന്ന ശത്രുവിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയാൻ പറ്റാതെ ഒത്തിരിയേറെ വീഴ്ചകൾ സഭയിൽ സംഭവിച്ചു. അതിനനുസരിച്ച് തെറ്റായ തീരുമാനങ്ങൾ സഭയിലെടുത്തു. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഇന്ന് പല മേഖലകളിൽ, പല രീതികളിൽ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാനെന്ന് പറഞ്ഞിട്ട് ഈശോയെ ഇന്ന് എല്ലാവരും കയറി ഇറങ്ങുന്നു. സഭയെ അവഹേളിക്കാൻ, നശിപ്പിക്കാൻ, തകർക്കാൻ മാധ്യമങ്ങൾ, പല പല പ്രസ്ഥാനങ്ങൾ, പല പല തത്വസംഹിതകൾ, പല പല വിഭാഗങ്ങൾ ഈശോയെ കയറി വന്ന് അങ്ങയുടെ മക്കളെ നശിപ്പിക്കുന്നു. അങ്ങയുടെ മക്കളെ സഭയിൽ നിന്ന് പിഴുതെടുത്തു കൊണ്ടുപോകുന്നു. അങ്ങയുടെ മക്കളെ തകർത്ത് കളയുന്നു. എന്നിട്ടും കർത്താവേ, ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഇടയന്മാർ, കർത്താവേ, ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ പറ്റാതെ ആടുകളെ നശിപ്പിക്കത്തക്ക വിധത്തിൽ ചെന്നായ്ക്കൾ കടന്നു വരുവാൻ ശോയെ പഠനങ്ങളിലൂടെ, മറ്റു പല അഭയാർത്ഥി പ്രശ്നത്തിലൂടെയൊക്കെ ശോയെ സഭയിലേക്ക് സംരക്ഷണം നഷ്ടപ്പെടുവാൻ സഭാമക്കൾ തന്നെ ഇടയാക്കി. കർത്താവേ, അങ്ങയുടെ സഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തി, അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ കരുതൽ, ദിവ്യകാരുണ്യശോയെ അങ്ങേ തിരുഹൃദയത്തിൽ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നൽകണമേ. സഭയിലേക്ക് കയറിപ്പറ്റിയിരിക്കുന്ന പൈശാചികതകള്, തിന്മയുടെ സ്വാധീനങ്ങള്, അന്ധകാര ശക്തികള് ഇന്ന് സഭയെ, ദൈവമക്കളെ കൊന്നൊടുക്കും വിധം സഭയ്ക്കുള്ളിലേക്ക്, സഭയായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ദേവാലയങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിയാൻ ദൈവമേ, ദൈവിക ജ്ഞാനം, വലിയ സുബോധം, വലിയ പ്രകാശം സഭാധികാരികൾക്ക്, സഭയ്ക്ക്, ഇടവകകൾക്ക്, ക്രൈസ്തവ മക്കൾക്ക് നൽകണമേ. അതിനുവേണ്ടി ഈശോയെ സഭ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശത്രുവിന്റെ കെണിയിൽ നിന്ന്, ശത്രുവിന്റെ പൈശാചികമായ പിടിയിൽ നിന്ന് സഭയെ രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ കർത്താവേ സഭാ മക്കളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, ദൈവിക ജ്ഞാനം നൽകണമേ, പ്രകാശം നൽകണമേ. പ്രാർത്ഥിക്കാം മക്കളെ.
ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയേ, അമ്മേ 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 സഭയാമമ്മേ, ഈശോയെ, നീ നിന്ദനമേൽക്കുമ്പോ സഭയെ ചേർത്ത് എൻ പിടിക്കണം. ചങ്കു പിടയ്ക്കുന്നു. ഈശോയെ, അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ ഈശോ, അവഹേളനമേൽക്കുമ്പോ ഈശോ, സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. ഓ കർത്താവേ, തിരുസഭ കനൽ വഴിയിൽ എന്റെ ഈശോയെ, അവഹേളനമേൽക്കുമ്പോ ഓ ദിവ്യകാരുണ്യമേ, സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. ഈശോയെ, പിടക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർത്ത് പിടിക്കുന്നത് പോലെ എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചു. നല്ല തമ്പുരാനെ, അങ്ങയുടെ വേദന ഞങ്ങൾ അറിയുന്നു, സ്വർഗത്തിൻ്റെ കണ്ണീര് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കാൻ അങ്ങ് പലവട്ടം ശ്രമിച്ചിട്ടും കർത്താവേ, ഇന്ന് സഭയിൽ ഐക്യമില്ലാത്ത അവസ്ഥ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ശത്രു ഇതുപോലെ ദൈവമക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സംരക്ഷണം ഏർപ്പെടുത്തേണ്ട അധികാരികളും അഭിഷിക്തരും അത് മനസ്സിലാക്കാതെ പിശാച് അന്ധമാക്കിട്ടുന്ന പോലെ ഈശോയെ ഇന്ന് പ്രവർത്തിക്കുന്നു. വേണ്ടാത്ത വഴക്കുകളും വേണ്ടാത്ത വാഗ്വാദങ്ങളും കലഹങ്ങളും, ഈശോയെ അങ്ങ് പറഞ്ഞില്ലേ, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട് കലഹങ്ങളിൽ അടിമപ്പെട്ട് ഒത്തിരിയേറെ തകർന്നിരിക്കുന്ന അവസ്ഥ. ഈശോയെ, വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ അങ്ങ് ഞങ്ങൾ പറഞ്ഞു, ഇതൊക്കെ തന്നെയും പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പല മക്കളെയും വേണ്ടാത്ത തർക്കത്തിൽപ്പെടുത്തി, വൈരാഗ്യത്തിലും കലഹത്തിലും പെടുത്തി ശത്രു ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ ഉള്ളിൽ ഒച്ചപ്പാടും ബഹളവും വെച്ച് സഭയെ നശിപ്പിക്കുന്ന, വിശ്വാസത്തെ തകർക്കുന്ന, വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്ന പൈശാചികമായ അടിമത്തത്തിൻ്റെ കെണിയില് ഈശോയെ പെട്ടുകിടക്കുകയാണ്. കർത്താവേ, അങ്ങേക്കല്ലാതെ വേറെ ആർക്കും ഈ അവസ്ഥയിൽ സഭയെ രക്ഷിക്കാനാകത്തില്ല. ഞങ്ങൾ ഏറ്റു പറയുന്നു, സുബോധം കർത്താവേ കെണിപ്പെട്ട് കിടക്കുക. ശത്രു ഇതുപോലെ പല പല മേഖലകളിൽ അഭയാർത്ഥി പ്രശ്നം, തീവ്രവാദം, പല പല ജിഹാദുകൾ, പല മേഖലകളിൽ ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, പൈശാചിക ശക്തികൾ ഇതുപോലെ കയറി വരുമ്പോൾ, തീവ്രവാദത്തിൻ്റെ മേഖല അതിപ്രസരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ആടുകളെ സംരക്ഷിച്ച് വിശ്വാസത്തിൽ ചേർത്ത് നിർത്തേണ്ട മക്കള് ഈശോയെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് ഇന്ന് വാഗ്വാദങ്ങളിലും തർക്കങ്ങളിലും കലഹങ്ങളിലും ഇടപെട്ട് ആർക്കും കയറി ഇറങ്ങാൻ സാധിക്കുന്ന വിധം ചാനലുകാര്, മാധ്യമക്കാര്, മറ്റു പല കളിയാക്കുന്നവര് കയറി ഇറങ്ങത്തക്ക വിധം യേശുവേ ആകപ്പാട് തകർന്നിരിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ ശക്തി കർത്താവേ ഈ കാലഘട്ടത്തില് സഭയില് അങ്ങയുടെ മക്കളില് പ്രകടമാക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ, സുബോധം കൊണ്ട് നിറയ്ക്കണമേ. സാത്താന്റെ കെണിയെ തിരിച്ചറിയാൻ യേശുവേ അഭിഷേകം, ശക്തി എല്ലാ മക്കൾക്കും നൽകണമേ. പ്രാർത്ഥിക്കും മക്കളെ, കരങ്ങൾ ഉയർത്തി വലിയ ദാഹത്തോടെ സഭയുടെ കാവലാളായി പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ,
ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ, ജീവൻ നൽകണമേ, രക്ഷിക്കണമേ, വീണ്ടെടുക്കണമേ, ചേർത്ത് പിടിക്കണമേ, കരുണ ചൊരിയണമേ. ദൈവിക പ്രകാശം നിറയട്ടെ, സത്യം അറിയട്ടെ, സാത്താന്റെ കെണിയെ തിരിച്ചറിയാൻ കൃപ നൽകണമേ, കൃപ നൽകണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, വീണ്ടെടുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്ക് മക്കളെ, കണ്ണീരോടെ പ്രാർത്ഥിക്ക്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, സാത്താൻ കെണിപ്പെടുത്തി വച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. യേശുവേ, ദാവീദിന്റെ പുത്ര, കരുണയായിരിക്കണമേ, ഇടപെടണമേ, രക്ഷിക്കണമേ, വീണ്ടെടുക്കണമേ. യേശുവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. യേശുവേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, തിരുസഭമേൽ കനിയേണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കും മക്കളെ. സാത്താന്റെ പിടിയിൽ നിന്ന്, അവന്റെ കെണിയിൽ നിന്ന് സഭ വിമുക്തമാകട്ടെ. അധികാര മേഖല, പൗരോഹിത്യ മേഖല, സഭാമക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശോ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, യേശുവേ, തിരുസഭമേൽ കനിയേണമേ. ഓ കർത്താവേ, തിരുസഭമേൽ കനിയേണമേ, തിരുസഭമേൽ കനിയേണമേ. കർത്താവേ, ഈശോയെ, അങ്ങല്ലേ പറഞ്ഞ് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അവയ്ക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. ഈശോയെ, അകപ്പാട് തകർന്നിരിക്കുന്ന അവസ്ഥ, നാണക്കേടും മാനക്കേടും, ഒരൈക്യമില്ലായ്മ, കർത്താവേ, സുരക്ഷിതത്വം നഷ്ടപ്പെട്ട രീതിയിൽ അകപ്പാട് തകർന്നു കിടക്കുന്നു. കർത്താവേ, ഞങ്ങൾ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്, കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് പറഞ്ഞ പ്രകാരം അങ്ങ് പാളയം അടിക്കണമേ, അങ്ങ് ഇടപെടണമേ. ശോയേ, ആരുമില്ല കർത്താവേ. അങ്ങയുടെ മക്കള്, ആത്മാക്കൾ നശിക്കുന്നു, അനേക മക്കള് വിശ്വാസം ത്യജിക്കുന്നു, അനേക മക്കള് സഭയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു, ഒത്തിരിയേറെ പൈശാചികതകൾ കടന്നു വരുന്നു. ആ സമയം കർത്താവേ, തീവ്രവാദത്തിന്റെ മേഖല നശിപ്പിക്കാൻ വരുന്ന ശത്രുക്കള്, ഒത്തിരിയേറെ പഠിപ്പിക്കലുകള്, പല പല ജിഹാദുകള്, യേശുവേ, ഇതെല്ലാം അങ്ങയുടെ മക്കളെ നശിപ്പിക്കുക. ഈ സമയത്ത് കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണം. അങ്ങ് വിളിച്ചവരെ അങ്ങ് ചേർത്ത് പിടിക്കണം. അങ്ങ് വിളിച്ച് അങ്ങയുടെ മക്കൾക്ക് നേതൃത്വം കൊടുക്കാൻ വിളിച്ചവരെ അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ നിറച്ച്, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാൽ നിറച്ച്, എന്തിനു വേണ്ടി അങ്ങ് വിളിച്ചവോ ആ അഭിഷേകം അവർക്ക് നിറച്ചു കൊടുത്ത് സ്വയേ സഭയ്ക്ക് കാവലാളുകളാക്കണമേ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളുടെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭിന്നതയും വെറുപ്പും വഴക്കും കലഹങ്ങളും, കർത്താവേ, ഇതെന്തിനു വേണ്ടി, ഇതാർക്ക് വേണ്ടി, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവേ, യഥാർത്ഥമായൊരു മാനസാന്തരം, ഒരൈക്യം, ഒരു സംരക്ഷണം, ഒരു കോട്ട അങ്ങ് പണിയണമേ കർത്താവേ. കർത്താവേ, കോട്ടയുടെ വിള്ളലടയ്ക്കാൻ അഭിഷിക്തരെ ഉയർത്തണമേ. കോട്ടയുടെ വിള്ളലടയ്ക്കാൻ അങ്ങയുടെ മക്കളെ തിരഞ്ഞെടുക്കണമേ കർത്താവേ. കാവൽ ഗോപുരങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഈശോ. വലിയ ദാഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തകർക്കപ്പെട്ട കോട്ടകൾ പുതുക്കി പണിയട്ടെ, വിള്ളലുകൾ അടയ്ക്കപ്പെടട്ടെ. അങ്ങ് കാവൽ നിൽക്കണമേ, അങ്ങ് സംരക്ഷിക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് ശക്തി പ്രകടമാക്കണമേ ഈശോയേ. യേശുവിൻ ചൈതന്യമേ നിറയട്ടെ, നിറയട്ടെ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മയർക്കേണമേ. സഭ മുഴുവനെ സമർപ്പിക്കുന്നു.
പരിശുദ്ധ പിതാവിനെ സമർപ്പിക്കുന്നു, കർദിനാൾമാരെ സമർപ്പിക്കുന്നു, മെത്രാന്മാരെ സമർപ്പിക്കുന്നു, പുരോഹിതരെ സമർപ്പിക്കുന്നു, സന്യസ്തരെ സമർപ്പിക്കുന്നു, ആത്മീയ നേതൃത്വത്തിലേക്ക് ഈശോയെ അങ്ങ് വിളിച്ച മക്കളെ സമർപ്പിക്കുന്നു. വലിയ അഭിഷേകം, വലിയ ശക്തിയും ദാനങ്ങളും എല്ലാ മക്കളിലും നിറയട്ടെ ഈശോയേ. റൂഹാദൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ, ഐക്യം. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ ചൈതന്യമേ സഭയെ ഏറ്റെടുക്കണമേ. എല്ലാ അധികാരികളെയും എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ. വിഘടിച്ചു നിൽക്കുന്ന മക്കള്, പിരിച്ചു നിൽക്കുന്ന മക്കള്, വഴക്കിലായിരിക്കുന്ന മക്കള്, കലഹത്തിലായിരിക്കുന്ന മക്കള്, സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ, സൗഖ്യം നിറയട്ടെ, സമാധാനം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ സമാധാനം നിറയട്ടെ കർത്താവേ, സന്തോഷം നിറയട്ടെ, കൃപ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ഐക്യം നിറയട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങയിൽ ഒരുമിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ തിരുഹിതം അങ്ങയുടെ മക്കൾ അങ്ങയിൽ ഒന്നായിരിക്കണമെന്നല്ലേ തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ആ വലിയ ശക്തമായ സംരക്ഷണത്തിൽ അങ്ങയുടെ മക്കളായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ സഭയെ സമർപ്പിക്കുന്നു. മാർപ്പാപ്പ മുതൽ എല്ലാ അഭിഷിക്തരെയും, എല്ലാ സന്യസ്തരെയും, എല്ലാ കുടുംബങ്ങളെയും മാമോദീസായിലൂടെ അങ്ങയുടെ സ്വന്തമായി ദൈവമക്കളായി തീർന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഈശോയെ. കർത്താവേ, ശത്രുവിനെ തിരിച്ചറിഞ്ഞ് വലിയ സ്നേഹത്തില്, വലിയ ഐക്യത്തില്, വലിയ അഭിഷേകത്തില്, വലിയ സന്തോഷത്തില് അങ്ങയുടെ മക്കൾ ഒരുമയിൽ ജീവിക്കട്ടെ കർത്താവെ. ഒത്തിരി വെറുപ്പും അങ്ങയുടെ ശരീരത്തെ കീറി മുറിച്ച് വലിച്ചിഴച്ച് ഇന്നും കുരിശിൽ തറച്ച് അങ്ങയെ തല്ലിച്ചതച്ച് വീണ്ടും രക്തം വാർന്നൊഴുക്കി കുരിശിൽ തറയ്ക്കുന്ന കർത്താവേ, അങ്ങയുടെ മക്കൾ അറിയട്ടെ സാത്താന്റെ പിടിയിലാണെന്ന് സുബോധം എല്ലാ മക്കൾക്ക് നൽകണമേ. സഭയിൽ നിന്നുകൊണ്ട് സഭയുടെ വിശ്വാസത്തെ, സഭയുടെ ചൈതന്യത്തെ, അങ്ങയുടെ കുരിശുമരണത്തെ അവഹേളിക്കുന്ന, തകർക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവേ അങ്ങയുടെ വലിയൊരു ശക്തി നിറച്ച് മാനസാന്തരം കൊടുക്കണമേ, സുബോധം നൽകണമേ, തിരിച്ചറിവ് കൊടുക്കണമേ. അങ്ങയുടെ കുരിശുമരണത്തെ പ്രഘോഷിച്ച് ലോകത്തിന് ഞങ്ങൾ അനുഗ്രഹമായി മാറട്ടെ, ലോകത്തിൻ്റെ കാവലായി മാറട്ടെ. അതിനുവേണ്ടി കർത്താവേ ഞങ്ങളവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. നമ്മുടെ സഭയിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഒത്തിരി കലഹങ്ങൾ, മാധ്യമങ്ങൾ വലിച്ചിഴയ്ക്കുന്ന അവസ്ഥകളൊക്കെ കണ്ണീരോടെ നമുക്ക് വേറെ ആരോടെ പറയാം മക്കളെ. ഈശോയെ, എല്ലാം അങ്ങ് കാണുന്നു. ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണം. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന അങ്ങ് കേട്ടിടപെടണം. അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് സഭയെ മുഴുവനെയും സമർപ്പിക്കാം. സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എതിർപ്പുകൾ, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ, എല്ലാത്തിൽ നിന്നും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന കർത്താവ്. സക്കറിയ 2:4-5 കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും നിങ്ങളുടെ മധ്യേ ഞാൻ നിങ്ങളുടെ മഹത്വമായിരിക്കും. ആ വചനശക്തിയാൽ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മധ്യേ അങ്ങ് ഞങ്ങളുടെ മഹത്വമായിട്ട് വാഴണമേ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ
ഞങ്ങൾ അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേക ശക്തിയാൽ, സംരക്ഷണ ശക്തിയാൽ, മഹത്വ ശക്തിയാൽ നിറയ്ക്കണമേ. മഹത്വത്തിന്റെ സാന്നിധ്യമായി യേശുവേ സഭയില്, വിശ്വാസ ജീവിതത്തില് അങ്ങിറങ്ങി വരണമേ. ആരാധന, 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 ആരാധന. യേശുവേ മഹത്വ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന യേശുവേ, ആരാധന. അമ്മേ, 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.